Good evening, guys. Good evening, sir. Yes, അഞ്ച് പേരേ ഉള്ളൂ. എല്ലാവരും ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? Okay. സോ ലാസ്റ്റ് ക്ലാസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു Pixel events മാനേജർ. സോ നമുക്ക് കണ്ടീഷൻ ഉണ്ട്, ലൈക്ക് അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാനുണ്ട്. അവിടെ നമുക്ക് അതിന്റെ ബാക്കി അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഇനി അതിൽ കുറെ കൺവീഷൻസ് പോകാനുണ്ട്. ഓക്കെ, അതിലേക്ക് വരാം. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഡയറക്റ്റ്ലി എന്നുള്ളത് സെക്കൻഡ്. വാച്ചിങ് ജസ്റ്റ് ഹോൾഡ് ഓൺ. സോ നമ്മൾ ഡിസ്കസ് പോലെ സ്ക്രീൻ ഷെയർ ചെയ്യാം. സെക്കൻഡ്. സോ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡ് സെറ്റപ്പ് ആണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഫ്രണ്ട് എൻഡ് വർക്കിലോട്ട് വരുന്നേ ഉള്ളൂ. സോ ഇതിൽ നമ്മൾ വീട്ടിൽ ഫ്രണ്ട് വർക്കിലോട്ട് വന്നിട്ടില്ല. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക് എൻഡ് അവിടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ഒരു ഐഡിയ ഉള്ളൂ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ വർക്കൗട്ട് ആവുന്ന കാര്യം പ്രോപ്പർ ഐഡിയ ഉള്ളൂ. സോ ദാറ്റ്സ് നമ്മൾ അതിൽ ഇൻഡെപ്തായിട്ട് ഡീപ്പായിട്ട് പോകുന്ന മെയിൻ റീസൺ ആണ്. സോ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ വൺ സെക്. സ്ക്രീൻ ഷെയർ സമയത്ത് നമ്മൾ ബാക്ക് ടു നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോ എന്നുള്ള സെഗ്മെന്റിലേക്കാണ് വരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ടാറ്റ സെക്ഷൻ പിക്സൽ സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? സോ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ സെക്ഷൻ പിക്സലാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ നേരെ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഇവന്റ് മാനേജറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആക്ച്വലി നമുക്ക് PM നമ്മുടെ സെഷന്റെ ആയിട്ടുള്ള ആ ഒരു ഡാറ്റ സെറ്റ് നമ്മൾ കാണിക്കുന്നില്ല. പകരം നമുക്ക് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ആഡിയോ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ലൈവ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈവ് കണക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഇല്ലല്ലോ. ഞാൻ വേറൊരു ഡാഷ്ബോർഡ് കാണിച്ചിട്ട് പിക്സൽ കണക്ട് ഞാൻ ഈ ഒരു ഡാഷ്ബോർഡ് കാണിച്ചിട്ടില്ല ചെയ്ത് KSFന്റെ. ഓക്കെ. സോ ഇനി നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ ഇവന്റ്സ് മാനേജർ. ഓക്കെ, ഇവന്റ്സ് മാനേജർ ആണുള്ളത്. ഇവന്റ്സ് മാനേജർ നമുക്ക് ഈ ഓപ്ഷൻ മാത്രമല്ല, നമുക്ക് മൾട്ടിപ്ലൈ ഓപ്ഷൻസ് വേറെ വരുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഓറിയിലേക്ക് വരികയാണെങ്കിൽ കറന്റ് നമ്മുടെ കണക്ട് ആക്കിയ എല്ലാ പിക്ചറും കാര്യങ്ങളും കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ കാണുന്ന കണക്ട് ഡാറ്റ എന്ന് കാണാൻ പറ്റും. കണക്ട് ഡാറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെബ്, ആപ്പ്, ഓഫ്ലൈൻ ആക്ടിവിറ്റി, CRM, അതുപോലെ തന്നെ മെസ്സേജിംഗ് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ ഇവിടെയാണ് നമുക്ക് ഇനി കുറെ ഇന്റഗ്രേഷൻസ് ബാക്കിയുള്ളത്. ഇതിൽ നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ എല്ലാവരും എടുത്ത് പറയുന്ന വേർഡാണ് കൺവേർഷൻ API എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? കൺവേർഷൻ API എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സംഭവം കാര്യം നമ്മൾ നോക്കുന്നത്. ഇതിനായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എഗെയിൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു PM ഇവന്റ്സ് മാനേജറിലേക്ക് നേരെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഇത് ഓൾറെഡി ഞാൻ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റിലേക്കാണെങ്കിൽ ഒരു റിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പുതിയൊരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആകണം. അതായത് പുതിയ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് അവിടെ കൺവേർഷൻ API കാണിച്ചു തരാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നിന്ന് എഗെയിൻ ഡാറ്റ സെറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രോസസ് കേട്ടോ, യാതൊരു ചേഞ്ച് വരുന്നില്ല. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് കൺവേർഷൻ API ആണ്. എന്താണ് കൺവേർഷൻ API എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കൺവേർഷൻ API യും അതുപോലെ തന്നെ മെറ്റാ പിക്സലും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ അതല്ല സെയിം അല്ല. ഓക്കെ, പലപ്പോഴും പലരും കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ് കൺവേർഷൻ API യും അതുപോലെ തന്നെ മെറ്റാ പിക്സലും സെയിം ആണ് നമ്മൾ എന്ത് ചെയ്യും തെറ്റിദ്ധരിക്കും. ആക്ച്വലി രണ്ടും രണ്ടാണ്. സോ അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം ഈ പറഞ്ഞ ആഡ് ബട്ടൺ ആണെങ്കിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺവേർഷൻ API ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കണം. ഈ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കേണ്ട ആവശ്യകത എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു. ഓർമ്മയുണ്ടായിരുന്നു? എന്തിനാണ് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കുന്നത്? അതിന്റെ റൂട്ട് മാപ്പ് ഓർമ്മയില്ലേ? എന്താണോ? ഓക്കെ, ഞാനിവിടെ ഇതിന്റെ റൂട്ട് മാപ്പ് ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ബട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ സ്ക്രീൻ ഒന്ന് മാറ്റി ഷെയർ ചെയ്യാം. ഈ സംഭവം ഓർമ്മയുണ്ടായിരുന്നോ? ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആക്കില്ല, നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ആക്കാണ്. കംപ്ലീറ്റ് ആക്കി ഒരു പ്രോപ്പർ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇവന്റ്സ് മാനേജർ നമ്മൾ നേരെ ചെയ്യുന്നു. ഓക്കെ, ടാഗ് മാനേജർ കൊടുക്കാണ്.
ഈ പറഞ്ഞ ഇവന്റ്സ് മാനേജ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കോഡായിരുന്നു. ഓക്കെ, കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കോഡിന്റെ പേരാണ് മെറ്റാ പിക്സൽ. ഇതിൽ നമ്മൾ ജനറേറ്റ് കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ ഇതിനെ ഈ കോഡാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോഡാണ് നമ്മൾ നേരെ ടാഗ് മാനേജറിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ടാഗ് മാനേജറിലേക്ക് ആഡ് ചെയ്ത് ടാഗ് മാനേജർ ആണ് ചെയ്യുന്നത് നേരെ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. ഓർമ്മയില്ലേ? അതായത് നമ്മൾ ആഡ് അക്കൗണ്ടിലേക്കാണ് ശരിക്കും ഡാറ്റ എത്തേണ്ടത്. ഇതാണ് നമ്മൾ മെറ്റാ പിക്സൽ ചെയ്യുന്നത്. മെറ്റാ പിക്സലിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബിസിനസ് പോർട്ടിൽ നമ്മൾ ആഡ് അക്കൗണ്ട് ഉണ്ടാവുക. ആഡ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ബിസിനസ് പോർട്ടിൽ നമ്മൾ ആഡ് അക്കൗണ്ടോട് കണക്ട് ചെയ്യുന്നു. അത് കണക്ട് ചെയ്യുന്ന ഡാറ്റ സെറ്റ് പിക്സലായിരുന്നു. അത് കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഇവന്റ്സ് മാനേജറിലേക്ക് വരുന്നു. ഇവന്റ്സ് മാനേജറിൽ നമ്മൾ ചെയ്യുന്ന കോഡ് ജനറേറ്റ് ചെയ്യുന്നു. മെറ്റാ പിക്സൽ നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്ത് കോഡ് നമ്മൾ നേരെ ടാഗ് മാനേജറിൽ കൊടുക്കുന്നു. ടാഗ് മാനേജറിൽ വെബ്സൈറ്റിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ ഡാറ്റ നേരെ ഇങ്ങോട്ട് എത്തും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്തേണ്ടത് ഇവിടേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. സോ ഈ റൂട്ട് മാപ്പിലേക്കാണ് നമ്മൾ ശരിക്കും എത്തേണ്ടത്. ഇതാണ് ശരിക്കും എത്തേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? എന്തെങ്കിലും മെറ്റാ പിക്സൽ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ മെറ്റാ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം തിരിച്ച് കമ്പാക്ട് ടു നമ്മൾ എന്താണ് ഞാൻ സ്ക്രീനിൽ മാറ്റി ഷെയർ ചെയ്യാണ്. നമ്മൾ ഞാൻ ഇത് പ്രാക്ടിക്കലി നമ്മളോട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കൺവേർഷൻ API സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൺവേർഷൻ API. സോ ഇതിനകത്ത് നമ്മൾ ഒരു പേര് കൊടുക്കണം. ഞാൻ ഇവിടെ കൺവേർഷൻ API പേര് കൊടുക്കണം. കുറച്ച് ക്ലാരിറ്റി വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ PM വെബ്സൈറ്റിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കൺവേർഷൻ APIയും ഈ പറഞ്ഞ പോലെ നമ്മളുടെ മെറ്റാ പിക്സൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, കൺവേർഷൻ API കൊടുക്കുകയാണ് നേരെ ക്രിയേറ്റ് കൊടുക്കും. കൺവേർഷൻ API PM എന്ന് കൊടുക്കാം. ഓക്കെ, PM01 ക്രിയേറ്റ് കൊടുക്കും. സോ നമുക്ക് എന്താണെങ്കിലും കൺവേർഷൻ API കോഡിൽ മെറ്റാ പിക്സൽ കോഡ് എനിത്തിങ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതേപോലെ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ആക്കുന്നത്, അതായത് ഡാറ്റ പിക്സൽ ക്രിയേറ്റ് ആക്കുന്നത് നമ്മൾ ആഡ് അക്കൗണ്ട് ഇതുപോലെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരെ ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നു. സോ കണക്ട് ചെയ്തു. ഇത് നമ്മൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവന്റ്സ് മാനേജർ ഓപ്പൺ ആക്കുന്നു. ഞാൻ പറഞ്ഞ കൺവേർഷൻ API ആയിക്കോട്ടെ, ഡയറക്റ്റ് മെറ്റാ പിക്സൽ ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ ഇതെല്ലാം നമ്മൾ കണക്ട് ഈ കാണാം ഇവന്റ്സ് മാനേജറിലാണ്. ഇനി എന്താണ് കൺവേർഷൻ APIയും മെറ്റാ പിക്സലും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്നത് ഓക്കെ ഈ ഒരു മെറ്റാ പിക്സൽ എടുക്കുന്നത് ഗ്യാദർ വെബ്സൈറ്റ് ബ്രൗസർ ആക്ടിവിറ്റി ആണ്. ഓക്കെ, വെബ്സൈറ്റ് ബ്രൗസർ ആക്ടിവിറ്റി ആണ്. ഇവിടെ ആണെങ്കിൽ ആപ്ലിക്കേഷന്റെ ആ ഇന്റർഫേസിൽ നടക്കുന്ന ആക്ടിവിറ്റി ആണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു പക്ഷേ പ്രോപ്പർ ആയിരിക്കണമെന്ന് നിർബന്ധം ഇല്ല. ബ്രൗസർ ആക്ടിവിറ്റി ഈ കാര്യങ്ങളും പ്രോപ്പർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് പല രീതിയിലുള്ള കുക്കീസും കാഷസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ടും ഓക്കെ ആണെന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് ലോജിക്കലി പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമുക്ക് ഡാറ്റാസ് കാര്യങ്ങൾ കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ വഴി യൂസ് ചെയ്യുന്നത് നമുക്ക് പല ഡാറ്റാസ് കിട്ടില്ല. അത് അങ്ങനെ ഒരു കാര്യം അറിയാമായിരുന്നു ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്? ഓക്കെ, എന്നാൽ അതാണ് ഡിഫറൻസ് വരുന്നത്. അതായത് നിങ്ങളെ മോസ്റ്റ്ലി നിങ്ങൾ ഗൂഗിൾ എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നത്. എന്നാൽ 2020 മുന്നേ വരെ iOS ഇല്ലേ, നമ്മുടെ iOS പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അറിയാലോ, ഐഫോൺ അറിയില്ല, iOS അറിയില്ലേ? ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിലെ ഡാറ്റാസ് നമുക്ക് കിട്ടില്ലായിരുന്നു. കാരണം ആ സമയത്ത് കൺവേർഷൻ API ഉണ്ടായിരുന്നില്ല. കൺവേർഷൻ API എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെർവർ സൈഡിലെ, അതായത് ഈ പറഞ്ഞ വെബ്സൈറ്റിനായിക്കോട്ടെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ എല്ലാത്തിനും ഇതിന് സെർവർ സൈഡ് ഉണ്ട്. അതറിയില്ലേ? സെർവർ ഉള്ളത് എല്ലാത്തിനും സെർവർ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളത് അറിയില്ലേ? ആ ഒരു കാര്യം അറിയോ എന്താണെന്നുള്ളത്? ഇല്ലെങ്കിൽ പറയാട്ടോ, ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഞാൻ അത് ഡീറ്റെയിൽ തരാം. സർ, ഈ സെർവർ സൈഡ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഇത് ഈ ഒരു പ്രോസസ് ആണോ? അതെ, ഞാൻ ഈ ടേം കേട്ടിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതെ, അതാണ് പറയുന്നത്. സെർവർ സൈഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നതാണ് സെൻഡ് ഇവന്റ് ആൻഡ് പാരാമീറ്റർ ഡയറക്ട്ലി ഫ്രം യുവർ സെർവർ യൂസിംഗ് API ഇന്റഗ്രേഷൻ. അതായത് ഇവിടെ നിങ്ങൾ ഉണ്ടോ സെൻഡ് ഇവന്റ്സ് ആൻഡ് പാരാമീറ്റർ ഫ്രം യുവർ വെബ്സൈറ്റ് യൂസിംഗ് മെറ്റാ പിക്സൽ കോഡ് സ്നിപ്പെറ്റ്. രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കും ആലോചിക്കുന്നത്? ഒന്ന് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ബ്രൗസറിലുള്ള ഡാറ്റാസ് ആണ് കിട്ടുന്നത്, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് കിട്ടുന്നത്. എന്നാൽ ഈ കാണുന്ന സെർവർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ് ആക്ച്വലി നമ്മുടെ ബാക്ക് എൻഡിൽ അതറിയില്ലേ? എസ് ഓർ നോ നിങ്ങൾ ഗൈസ് മിണ്ടാതിരിക്കില്ലേ? നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ സ്റ്റക്ക് ആവാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ സാധാരണ ഒരു ടിപ്പിക്കൽ കോഴ്സ് എടുക്കുന്ന പോലെ അല്ല നിങ്ങൾ ഈ കോഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി നമ്മുടെ സെഷനിൽ എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാവർക്കും അറിയോന്ന് അറിയാത്തോണ്ട് അല്ല അതാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്, അറിയോ ചോദിക്കുന്നത്. നമ്മൾ അറിയാതെ കഴിഞ്ഞ് പഠിക്കാൻ ഇങ്ങോട്ട് വന്നത് അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് മെറ്റൽ ആഡ് എണ്ണ നിങ്ങൾ ആഡ് എണ്ണിട്ട് എനിക്കറിയാം. ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്യാത്ത 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ചെയ്യാൻ അറിയാം, അല്ലേ? ആഡ് എണ്ണ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഐ നോ ദാറ്റ്. ബട്ട് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കുന്നത്. സോ നിങ്ങൾ നിർബന്ധമായിട്ട് എൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്കിൽ ഏത് പരിപാടി നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തു പോകും, നിങ്ങൾക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകില്ല. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ് ആണ്. അറിയില്ലെങ്കിൽ അറിയില്ല തന്നെ പറയാട്ടോ. എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും മെറ്റാ പിക്സൽ ഓപ്ഷനിൽ സെൻഡ് ഇവന്റ്സ് ആൻഡ് പാരാമീറ്റർ ഫ്രം യുവർ വെബ്സൈറ്റ് യൂസിംഗ് ദ മെറ്റാ പിക്സൽ സ്നിപ്പെറ്റ്. എന്നാൽ ഇവിടെ നിന്നാണ് സെൻഡ് ഇവന്റ്സ് ആൻഡ് പാരാമീറ്റർ ഡയറക്ട്ലി ഫ്രം യുവർ സെർവർ. അതായത് ഡയറക്ട്ലി സെർവർ എടുക്കുന്ന ഡാറ്റയാണ് ഈ പറഞ്ഞ API എന്ന് പറയുന്നത്. അതേസമയം ഈ കാണുന്ന
മെറ്റാ പിക്സൽ എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കുന്നതാണ്. സെർവർ വെബ്സൈറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. ബ്രൗസിംഗ് ഓപ്ഷനും സെർവർ നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. കാരണം ഈ പറഞ്ഞ സെർവറിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് ഡാറ്റാസും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള എന്തെടുക്കണം, ഹോസ്റ്റിംഗ് എടുക്കണം എന്ന് പറയുന്നത്. പറയാറില്ലേ നിങ്ങൾ അത്യാവശ്യം സ്പീഡും വെബ്സൈറ്റ് സ്പീഡും സ്റ്റോറേജ് സ്പേസും എടുക്കാൻ വേണ്ടി പറയാറില്ല നിങ്ങളോട് ഹോസ്റ്റിംഗ് എടുക്കാനായിട്ട്? ബിസിനസിന്റെ ഡെവലപ്പ് നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുള്ളൂ. കാരണം അത്രയും ലോഡ് അവിടെ വരുന്നതാണ്. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമല്ലേ? അപ്പോൾ ഒരു 2020 മുന്നേ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ അല്ലെങ്കിൽ iOS പ്ലാറ്റ്ഫോമിലെ ഡാറ്റ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ കൺവേർഷൻ API നമ്മുടെ ഡയറക്റ്റ് നമുക്ക് സർവറിലോട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. സോ വളരെ സിമ്പിൾ ആണ്, പ്രോസസ് വളരെ സിമ്പിൾ ആണ്. ഇവിടെ സെറ്റപ്പ് കൺവേർഷൻ API നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യും, ഇവിടെ ഈ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ യുവർ റെക്കമെൻഡ് രീതിയിൽ ജസ്റ്റ് വെയിറ്റ് ഓൺ ലോഡിംഗ് ആണ്. ഫോളോയിങ് മെത്തേഡ് യു ക്യാൻ കൺവേർഷൻ API യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ എന്താണ് സെറ്റപ്പ് കൺവേർഷൻ API വിത്ത് ദ ESI എക്സ്പ്രസ് കാണാൻ വേണ്ടി പറ്റും. അത് കൂടാതെ other way കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കണ്ടോ, സെറ്റപ്പ് വിത്ത് കൺവേർഷൻ API ഗേറ്റ്വേ, സെറ്റപ്പ് വിത്ത് പാർട്ണർ ഇന്റഗ്രേഷൻ ആൻഡ് സെറ്റപ്പ് വിത്ത് മാനുവൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ API ഗേറ്റ്വേ, ഇപ്പോൾ സെറ്റപ്പ് വിത്ത് കൺവേർഷൻ വിത്ത് API ഗേറ്റ്വേ നോക്കുകയാണെങ്കിൽ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഒരു ആമസോണിൽ കണക്ട് ചെയ്ത് പോകുന്നത്, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് സെറ്റപ്പ് വിത്ത് കൺവേർഷൻ API ഗേറ്റ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേ ടു ഇംപ്രൂവ് യുവർ പെർഫോമൻസ് ബൈ കണക്ടിംഗ് യുവർ മാർക്കറ്റിംഗ് ഡാറ്റ ഡയറക്ട്ലി മെറ്റ വർക്ക് വിത്ത് വെബ്സൈറ്റ് സപ്പോർട്ട് വിത്ത് മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ നേരെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കാം. അപ്പം നമ്മുടെ ഇതേപോലെ എന്താണ് മെറ്റാ പിക്സൽ എന്ന് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മെറ്റാ പിക്സൽ ഓപ്ഷൻ കാണാം. അതേപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ പോലെ AWS എക്സ്പ്രസ് മോഡ് കാണാൻ വേണ്ടി പറ്റും. ഇത് ആക്ച്വലി നമുക്ക് ഇവർ അതായത് ആമസോണിന്റെ സൈഡിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നെക്സ്റ്റ് ലെവലോട്ട് പോകുന്ന സമയത്താണ് ജസ്റ്റ് പറഞ്ഞുതരാം. ബട്ട് നമ്മൾ ഇതിലൂടെ കണ്ടിന്യൂ പോകുന്നു. കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ കണക്ഷൻ ഓപ്ഷൻ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഓട്ടോമാറ്റിക് കണക്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ പോലെ മാനുവൽ കണക്ഷൻ കാണാൻ പറ്റും. ഇവിടെ റെക്കമെൻഡ് ഓട്ടോമാറ്റിക് കണക്ഷൻ ആണ്. ലൈക്ക് API നമ്പർ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് ID നമ്പർ കാര്യങ്ങൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് കൂടെ നിങ്ങൾക്ക് ഇതേപോലെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ എടുക്കേണ്ട കാര്യമാണ് ഈ കാണുന്ന API ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവും. നമ്മൾ ഓൾറെഡി ചെയ്ത കുറേ ഓപ്ഷൻസ് കാണാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഓപ്ഷൻസ് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ബാക്ക് പോവാണ്. എങ്കിലും ഒന്നുകൂടെ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇത് മാനുവൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, മാനുവൽ കണക്ഷൻ ഉണ്ട്. മാനുവൽ കണക്ഷൻ വെച്ച് നിങ്ങൾ കണ്ടിന്യൂ പോകണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷനോട് കറന്റ് ഡാറ്റ സെറ്റ് എന്താണോ അതോടെ സെലക്ട് ചെയ്യാൻ പറ്റും. ആ സെലക്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. മാനുവൽ മറ്റേത് റിസ്ക് ആണ്. നമ്മുടെ ഡാറ്റ സെറ്റ് ചെയ്താൽ ഇവിടെ കറക്റ്റ് ഇവിടെ കറന്റ് ഡാറ്റ സെറ്റ് ചെയ്താൽ കറക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതേപോലെ കണ്ടിന്യൂ പോകുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എനേബിൾ അഡ്വാൻസ് മാച്ചിങ്, അതായത് ഈ പറഞ്ഞ പോലെ കൺവേർഷൻ API ഗേറ്റ്വേ can improve your performance by using customers even shared directly from your browser. This can help you to ask people that find relevant എന്നാണ് പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എസ് കൊടുക്കാം. അതേപോലെ തന്നെ അതായത് ഇവിടെ പറഞ്ഞ കാര്യമാണ് അഡ്വാൻസ് മാച്ചിങ്. നമ്മൾ മെറ്റാ പിക്സൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് മാച്ചിങ്ങിലെ അതേ ഓപ്ഷൻ ഇവിടെ പറയുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. എനേബിൾ കൺവേർഷൻ API ഗേറ്റ്വേ ഹെൽത്ത് മോണിറ്ററിംഗ് ആണ്. യു ക്യാൻ സെൻഡ് ഡാറ്റ അബൌട്ട് കൺവേർഷൻ API ഗേറ്റ്വേ ഇൻസ്റ്റാളേഷൻ ഓഫ് ടു മെറ്റ. യൂസ് ദിസ് ഡാറ്റ മോണിറ്ററിംഗ് ഇമ്പാക്ട് ഈച്ച് റിലീസ് വേർഷൻ ആൻഡ് ട്രബിൾ ഷൂട്ട് ബൈ മോർ എഫക്റ്റീവ്ലി. ഇത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നില്ല, കാരണം മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ അഡ്വാൻസ് മാച്ച് മാത്രം തന്നെ മതിയാവും. പക്ഷേ ഇവിടെ റെക്കമെൻഡ് രീതിയിൽ മെറ്റൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇത് നിങ്ങൾ എസ് ഒന്നോ കൊടുക്കണം. നമുക്ക് എന്തായാലും മെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം റെക്കമെൻഡ് ആണ് പറയുന്നത്. സോ അത് നമുക്ക് ഇവിടെ റെക്കമെൻഡ് കൊടുക്കാം. അതായത് ഇതിന്റെ ഗേറ്റ്വേ ഹെൽത്ത് കാര്യങ്ങൾക്ക് മോണിറ്ററിംഗ് കാര്യങ്ങൾക്കൊക്കെ ഒരു ഓപ്ഷൻ രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ നേരെ നിന്നും കണ്ടിന്യൂ പോകുന്നു. കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ നമ്മളെ ചോദിക്കുന്ന കാര്യം കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ASW കൺസോൾ നമുക്ക് ആവശ്യമുണ്ടാവും. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ASW കൺസോൾ. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻ മാറ്റി കാണിച്ചാൽ എന്താണ് ASW കൺസോൾ എന്ന് പറയുന്നത്. വൺ സെക്കൻഡ് സ്ക്രീൻ മാറ്റി ചേരുന്നുണ്ട്. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയില്ല, എല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് ടാസ്കുകൾ പരിപാടിയാണ്. കമ്പാരിറ്റ് നോക്കുകയാണെങ്കിൽ ടാസ്കുകൾ വരും. കാരണം ASW പാനൽ കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുണ്ടാവും. എന്താണ് ASW പാനൽ കാണിച്ചതിന്റെ സ്വീറ്റ് ഓൺ. ഓക്കെ, ആക്ച്വലി ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റീജൻ വൈസ് ഞാൻ അത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ ഇന്ത്യൻ റീജിയനിൽ ഇത് അവൈലബിൾ ആയിട്ട് പറയാൻ പറ്റിയ ഒരു കാര്യം കൂടെയാണ്. ഇവിടെ നമ്മൾ സെലക്ട് റീജൻ ഓപ്ഷൻ കൊടുക്കാനായിരുന്നു. ബട്ട് എനിക്ക് അതിന്റെ ഒരു കൺസോൾ ഇവിടെ കറക്റ്റ് എനിക്ക് അവൈലബിൾ ആവുന്നില്ല. കൺസോളിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിച്ചു കേട്ടോ. എനിക്ക് കൺസോൾ കറക്റ്റ് കിട്ടുകയാണെങ്കിൽ എഗെയിൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അവിടെ എനിക്ക് കാണിച്ചു തരാം. ബട്ട് ഡാഷ്ബോർഡ് എങ്ങനെ ഉണ്ടാവുന്നത് ഇവിടെ തന്നെ മെറ്റ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്ന കാര്യം കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എന്താണ് ഈ പറഞ്ഞ പോലെ ആമസോണിന്റെ ഓക്കെ ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഓപ്ഷൻ പറയുന്നത് സെറ്റപ്പ് കൺവേർഷൻ API നീഡ് ടു അഡ്മിനിസ്ട്രേറ്റ് പെർമിഷൻ ഓഫ് ആമസോൺ വെബ് സർവീസ് കം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ പലപ്പോഴും കൺവേർഷൻ API സെറ്റ് ചെയ്യുന്നുണ്ടാവുക ഇതുപോലെ e-commerce സൈറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പാനലോട്ട് പോയി ഇവിടെ എന്താണ് പറ്റും, ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കൺസോൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കൺവേർഷൻ API കൺസോൾ അവിടെയാണ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ ഓപ്ഷൻ സെറ്റ് ചെയ്ത് ഓപ്പൺ കൺസോൾ പാനലിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ആക്ച്വലി നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് എന്താ പറയുക കൺവേർഷൻ API ഗേറ്റ്വേ ആണ് പറയുന്നത്. ഇത് നോർമൽ കേസുകൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോണിന്റെ ഇതിലേക്ക് കയറി നിങ്ങൾ വർക്ക് ചെയ്യാം. ആമസോൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ സെല്ലർ അക്കൗണ്ട് കിട്ടും. ആമസോൺ സെല്ലർ അക്കൗണ്ട് ഓപ്ഷൻ കിട്ടുന്നുണ്ടോ? ആമസോൺ സെല്ലർ അക്കൗണ്ട് ഇതിന്റെ പർപ്പസ് എന്താ പറയുക? ആമസോൺ സെല്ലർ അക്കൗണ്ടിന്റെ പർപ്പസ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അവിടെ ഷോപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ആമസോണിന്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ
ആമസോൺ ഡോട്ട് ഞാൻ ഓപ്പൺ ആക്കുന്നു. ഞാൻ തൽക്കാലം ഇതിലേക്ക് പോയോ ഈ ഒരു ഷെയർ എടുക്കാം. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന തൽക്കാലം. ഓക്കെ, സോറി, അതിലൊരു ഇഷ്യൂ ഉണ്ട്. ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം. ലൈക്ക് എന്നോട് ഒരു വാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? ഇതിൽ നിങ്ങൾ കണ്ടോ, ഇതാണ് സോൾഡ് ബൈ എന്നുള്ള ഈ പറഞ്ഞ ആമസോൺ സെല്ലർ അക്കൗണ്ടിന്റെ ഓപ്ഷൻ വരുന്നത്. ഇതാണ് ആളുടെ അക്കൗണ്ട് ഓഫ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. സോ ഇതാ ഈ ഒരു ഇതേപോലെ സെല്ലർ അക്കൗണ്ടാണ് നമുക്ക് എന്താക്കാൻ പറ്റുന്നതാവുക, ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതാവുക. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്മുടെ പ്ലാറ്റ്ഫോം ആയിട്ട് ചെയ്യാം. ഇതുമായിട്ട് നിങ്ങൾ ഓപ്പൺ കൺസോളായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഓക്കെ, ഇവർക്കുള്ള കൺസോൾ ഉണ്ടാവല്ലോ. കൺസോൾ എന്നുള്ള വേർഡ് മനസ്സിലായി? കൺസോൾ എന്നുള്ള വേർഡ് മനസ്സിലായോ? ഇവിടെ നിങ്ങൾ കൺസോൾ എന്താണ് പറഞ്ഞു ചെയ്യാനില്ല. എന്താ അതിന്റെ കോൺസെപ്റ്റ് പറയൂ. കൺസോൾ വേർഡ് ഉണ്ടോ? എന്താണ് കൺസോൾ മീൻ ചെയ്യുന്നത്? ഗെയിമിംഗ് കൺസോൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഗെയിമിംഗ് കൺസോൾ? എക്സാക്ട്ലി, ഗെയിമിംഗ് സെർച്ച് കൺസോൾ പോലെയൊക്കെയാണോ? സെർച്ച് കൺസോൾ. Google search console. ഗൂഗിൾ സെർച്ച് കൺസോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? നമുക്ക് അതിൽ വെബിലൂടെ വന്ന സെർച്ച് ചെയ്ത് വന്ന ടേംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രൗസർ വെബ്സൈറ്റിന്റെ ഇൻഡെക്സ് ചെയ്യാം. ഓക്കെ, ഇൻഡെക്സ് ചെയ്യാം. പിന്നെ സെർച്ച് ടേംസ് ഒക്കെ കാണാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് അതുവരെ കണക്ട് ആണെങ്കിൽ വെബ്സൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഇതിനാണല്ലോ കൺസോൾ എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഈ പറഞ്ഞ ആമസോണിന്റെ കൺസോളിലേക്ക് പോകുന്ന സംഭവിക്കുന്നുണ്ടാവുക. ഇവിടെ എല്ലാ കാര്യങ്ങളും മാനേജ് ഓപ്ഷനിൽ വരുന്നുണ്ടാവുക. സോ നമ്മൾ നേരെ ഇവിടെ ഈവൻസ് മാനേജ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ASW കൺസോളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്യേണ്ടി വരും. ആമസോൺ സെല്ലർ അക്കൗണ്ട് ഇതേപോലെ നമ്മൾ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിൽ വന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ? നമുക്ക് ഈസി ട്രാക്ക് ചെയ്യാം. ഇതേപോലെ നമ്മൾ എന്ത് മെറ്റാ പിക്സൽ വഴിയോ അല്ല നമ്മൾ ഉണ്ടാവുക ഇതുപോലുള്ള മാർക്കറ്റ് പ്ലേസിൽ ആമസോൺ പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നമ്മൾ ഉണ്ടാവുക ഈ പറഞ്ഞ ഇന്റഗ്രേഷൻ നടത്തുന്നതാവുക. ഇങ്ങനെ ഇന്റഗ്രേഷൻ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാക്ട് ഇവിടെ വന്നുള്ള ഡാറ്റാസ് കിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞത് മെറ്റാ പിക്സൽ വഴി നമ്മൾ നോക്കുന്ന നോർമലി വെബ്സൈറ്റുകളുടെ ഈ പറഞ്ഞ പോലെ പേജ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ബട്ടൺ ക്ലിക്കും കാര്യങ്ങൾ മാത്രമായിരിക്കും. എന്നാൽ ഇതുവരെ നമ്മൾ കണക്ട് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാവുക എക്സാക്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാവുക. എത്ര പേര് ആഡ് ടു കാർഡിലോട്ട് പോയി വെച്ച ആൾക്കാർക്ക് ഇപ്പം ഈ കാണുന്ന കമ്പനിക്ക് എന്റെ ഡാറ്റ അവിടെ കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞാൻ ഇവിടെ കയറി നോക്കിയല്ലോ. അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ ഇവന്റ് മാനേജറുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് കിട്ടും, എന്റെ ഡാറ്റാസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എഗൈൻ മാർക്കറ്റിംഗ് അതുപോലെ മറ്റ് പർപ്പസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് കൺവേർഷൻ API ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേറെ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഷോപ്പിഫൈ സൈറ്റിനൊക്കെ ഈ AWS വേണോ? അങ്ങനെ ഇല്ല, അതാണ് അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ ആമസോണിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷോപ്പിഫൈ സൈറ്റിന്റെ അടുത്ത് പെയ്ഡ് അല്ലേ സർ? എങ്ങനെ ഇത് പെയ്ഡ് അല്ലേ? ഇത് പെയ്ഡ് അല്ല വരുന്നത്. ഇതിന്റെ പെയ്ഡ് ആമസോൺ സെല്ലർ അക്കൗണ്ട് ഉണ്ടായിരിക്കും നമുക്ക്. അതാണ് പറയുന്നത്. നേരത്തെ ഫസ്റ്റ് സാർ അത് സെലക്ട് ചെയ്തപ്പോൾ അതിനകത്ത് 1 month ഫ്രീ ട്രയൽ അങ്ങനെ കണ്ടുകൾ തോന്നി. എവിടെ? ഇല്ലല്ലോ. അതായത് ആ ഓപ്ഷൻ എടുത്തപ്പോൾ ഇപ്പോഴല്ല, ഫസ്റ്റ് സ്റ്റേജിൽ ഇല്ല, നമ്മളെ കൺവേർഷൻ API നോക്കട്ടെ 1 സെക്കൻഡ്. നിലവിൽ ഇതിന്റെ മുമ്പത്തെ അല്ലല്ല, ഇതിന്റെ മുമ്പായിരുന്നു. അങ്ങനെ കണ്ട പോലെ തോന്നി. കൺവേർഷൻ API നമ്മൾ ഇതിന്റെ കേസ് സെറ്റപ്പ് കൺവേർഷൻ API കൊടുക്കുന്നു. നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതാണ് കേട്ടോ നേരത്തെ ഞാൻ ഗേറ്റ് കാണിച്ചില്ല, എക്സ്പ്രസിന്റെ കാണിച്ചത് സെയിം കാര്യമാണ് പറയുന്നത്. ഇവിടെ എവിടെ വരുന്നില്ല, നമ്മൾ എടുത്തത് കൺവേർഷൻ API ഗേറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രീ ട്രയൽ സെറ്റപ്പ് അവിടെ കണ്ടു, ഫ്രീ ട്രയൽ കണ്ടു. ഇതാ കണ്ടോ, കോഡ് ഫ്രീ ട്രയൽ അങ്ങനെ താഴെ ബട്ടൺ പോലെ താഴെ രണ്ടാമത്തെ നടക്കുള്ള ഇത് അതിന്റെ ഓപ്ഷൻ വരുന്നില്ല. ഇത് ആക്ച്വലി ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ക്ലിക്കബിൾ ആണ് ആക്ച്വലി. ഈ കൺവേർഷൻ API ഒന്നും എന്തായാലും പെയ്ഡ് അല്ലോ. ഇത് അതിന്റെ ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടെ കാണില്ല, ഒരു ഡാഷ്ബോർഡ് കാണിച്ചിട്ട് അതിലേക്ക് ആമസോൺ സെല്ലർ അക്കൗണ്ട് അല്ലെങ്കിൽ ആമസോൺ കാണിക്കുന്ന കേസിൽ ഇത് ആക്ച്വലി എന്തെല്ലാം പെയ്ഡ് ആയിട്ട് ഓപ്ഷൻ വരുന്നില്ല, എല്ലാം ഫ്രീ തന്നെയാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരാനുള്ള റീസൺ ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതിൽ. ബട്ട് ഇത് ആക്ച്വലി ക്ലിക്കബിൾ ലിങ്ക് ആവേണ്ടതാണ് ആക്ച്വലി. നോ, ഇല്ല, ഇതിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ക്രോസ് ചെക്ക് ചെയ്യട്ടെ. ഓക്കേ സർ. ഓക്കെ, അത് ആക്ച്വലി സംഭവം എന്താണെന്ന് അറിയോ, അതിന്റെ ഫീച്ചറാണ്. ഓക്കെ, അത് പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഈ ആമസോൺ സെല്ലർ അക്കൗണ്ട് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി പെയ്ഡ് ആണ്, അതറിയില്ലേ? നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ആമസോൺ സെല്ലർ അക്കൗണ്ട് ആക്ച്വലി എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഇങ്ങനെ പേയ്മെന്റ് കാര്യങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ വരുന്നത്. സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇതേ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ
ഓക്കെ, ഇത് ഓപ്ഷൻ എടുക്കാൻ സെറ്റപ്പ് വിത്ത് കൺവേർഷൻ API ഗേറ്റ്വേയിലേക്ക് പോകണമെങ്കിൽ ഇത് കോഡ് ഫ്രീ, അതായത് ഇത് കോഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതല്ല. ഫ്രീ ട്രയൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഈ ട്രയൽ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ബട്ട് ഇവിടെ എന്തായിരിക്കും കണക്ട് ചെയ്യുന്ന പ്രോസസ് ടൈമിൽ ഈ പറഞ്ഞ പോലെ ആമസോൺ സെല്ലറിലേക്ക് പേയ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് ഇതിന്റെ ഓപ്ഷൻ പോകുന്നുണ്ട്. അതായത് ഇവിടെയാണ് പറയുന്നത്, ഈ ഒരു ഓപ്ഷനാണ് പറയുന്നത് പേയ്മെന്റ് കാര്യങ്ങൾ പറയുന്നത്. അത് കുറെ വേറെ തന്നെ ഓപ്ഷൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അങ്ങനെ കുറെ പോകുന്ന ഏരിയ ആണ്. നമ്മളെ ഏരിയയോട് വരുന്നില്ല. നിങ്ങൾ ഈ ഒരു ഫ്രീ ട്രയൽ ഓപ്ഷൻ നോക്കാൻ അറിയില്ല, എപ്പോൾ 1 hour ടൈമിലൂടെ സെറ്റപ്പ് ആണ്. എന്നാൽ അതേ ഫീച്ചർ നോക്കി ഇവിടെ സെറ്റപ്പ് ഇത് പാർട്ണർ ഇന്റഗ്രേഷൻ കൊടുക്കാൻ കോഡ് ഫ്രീ ആണ്. കോഡ് ഫ്രീ ആണ്, ലോ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ മെയിൻ്റെനൻസ്. ഇതൊന്നും ഷോപ്പ് ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സെറ്റപ്പ് വിത്ത് പാർട്ണർ ഇന്റഗ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇപ്പോൾ സമയത്താണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഷോപ്പിഫൈ, WooCommerce ഇതുപോലെ കാര്യങ്ങൾ പറയുന്നത്. കമ്പയർ ടു ഈ പറഞ്ഞ മറ്റു പ്ലാറ്റ്ഫോം സംബന്ധിച്ചിടത്തോളം ഷോപ്പിഫൈ നിങ്ങൾ പേയ്മെന്റ് കാര്യങ്ങൾ എന്താണ് ലോ ആണ്. ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ് ഒക്കെ എന്താണ് ലോ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് എടുക്കാൻ കണ്ടോ സെറ്റപ്പ് മാനുവലി എഗെയിൻ പറയുന്നില്ല കോഡ് റിക്വയർഡ് ലോ കോസ്റ്റ് 2 to 4 weeks എന്നൊക്കെയാണ് പറയുന്നത്. സെറ്റപ്പ് ടൈം പീരീഡ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഫീച്ചർ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആണോ? സോ ഇതാണ് ഈ പറഞ്ഞ AWS അതായത് ആമസോൺ അക്കൗണ്ടിന്റെ കേസ് വരുന്നത്. ഇനി അത് കൂടാതെ നിങ്ങൾ ചോദിച്ച സെറ്റപ്പ് വിത്ത് പാർട്ണർ ഇന്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾക്ക് നെക്സ്റ്റ് പോകുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലേ, കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഗോഡാഡി കണ്ടില്ലേ, ഗോഡാഡി ഓപ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗോഡാഡി ആയിട്ടില്ല നിങ്ങൾ ഗോഡാഡി നമ്മൾ ഡൊമൈൻ പർച്ചേസ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഷോപ്പിഫൈ എടുക്കാൻ വിചാരിക്കാം. ഷോപ്പിഫൈ എടുത്തിട്ട് നെക്സ്റ്റ് പോകുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതേപോലെ ഇന്റഗ്രേഷൻ കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നിങ്ങൾ ഗോട്ട് ഷോപ്പിഫൈ ഉണ്ടല്ലേ, സോ ഇവിടെ ഗോട്ട് ഷോപ്പിഫൈയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഷോപ്പിഫൈയുടെ നമ്മൾ നേരെ അഡ്മിൻ പാനലോട്ട് പോകേണ്ടി വരും. ഇവിടെ ലോഗിൻ ചെയ്ത് പോകേണ്ടി വരും. ലോഗിൻ ചെയ്ത് ഇവിടെ സൈൻ ചെയ്ത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈസി ആയിട്ട് ഷോപ്പിഫൈ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഷോപ്പിഫൈ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷോപ്പിഫൈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി മെറ്റാപിക്സൽ കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ ഷോപ്പിഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിനേക്കാളും കുറച്ചുകൂടെ റെലവന്റ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ സെർവർ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുന്നത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും. ഇതാണ് ഇതിന്റെ ഓപ്ഷൻ പറയുന്നത്. ഓക്കെ ഓക്കെ ഇതിനോട് ഫൈനൽ ആയിട്ട് ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റപ്പ് മാനുവലാണ്. ഇത് എക്സാക്ട്ലി മെറ്റാപിക്സലിലെ അത് തന്നെയാണ് പറയുന്നത്. സോ ഈ ഓപ്ഷനിലേക്ക് നമുക്ക് സമയത്ത് ഇവിടെ കാണാൻ പറ്റും കൺവേർഷൻ API വിത്ത് ആൻഡ് മെറ്റാപിക്സൽ പറയുന്നുണ്ട്, മെറ്റാപിക്സൽ ഓൺലി പറയുന്നുണ്ട്. ഇവിടെ കൺവേർഷൻ API ആൻഡ് മെറ്റാപിക്സൽ ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സെറ്റപ്പ് വിത്ത് കൺവേർഷൻ API കാണാൻ വേണ്ടി പറ്റും, സി ഇൻസ്ട്രക്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ സെറ്റപ്പ് വിത്ത് കൺവേർഷൻ API പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഒരു ഈ ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ വരെ ഇൻസ്ട്രക്ഷൻസ് നമ്മളോട് പറയുന്നുണ്ട്. ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വായിച്ചോണം. ഈ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർ വായിച്ചോണം. കാരണം വെച്ചാൽ ഇതിന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എന്താവും കിട്ടാതാവും. ഇതിന്റെ ഒരു ആക്ച്വലി ഇതിന്റെ ഇമാജിനേഷൻ ഐ മീൻ ഒരു എന്താ പറയുക ഇമേജ് ഒക്കെ ഇല്ലേ, ഒരു ഇമേജ് ഡിസ്പ്ലേ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ വെബ്സൈറ്റിൽ പോയിട്ട് റിവ്യൂ ഫ്ലവർ ബോർഡിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഡാറ്റ കൊണ്ടൊക്കെ പോകുന്നത് ഈ കാണുന്ന സെർവർ ആണല്ലേ, സെർവറിലേക്കാണ് പോകുന്നത്. സെർവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ അതിന് മനസ്സിലാക്കാൻ അറിയും, ഇത് ആക്ച്വലി വലിയൊരു ഒരു പ്ലേസ് ആയിട്ട് തന്നെ ഒരു ഗോഡൌൺ ആയിട്ട് തന്നെ കണക്കാക്കാം. അവിടെ ഇതേപോലെ സെർവർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസുകൾ ഉണ്ടാവും. ഇപ്പോൾ അവിടേക്കാണ് ഡാറ്റാസ് ഒക്കെ നിന്നുണ്ടാവുക പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ആ ഡാറ്റ നമ്മൾ നിന്നത് തിരിച്ച് അഗൈൻ മെറ്റീരിയലോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നമ്മൾ എന്ത് നേരെ ഇതേപോലെ ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നേരെ എന്ത് ചെയ്യാം കണ്ടിന്യൂ പോകുന്നതാണ്. കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇതിൽ എന്ത് ഇവന്റ് ചെയ്ത ആൾക്കാരെ നമുക്ക് വേണ്ടെന്നുള്ളത്. ഇവിടെയാണ് ശരിക്കും നമ്മുടെ എല്ലാ ഡാറ്റാസിലേക്ക് എന്താ പറയുക നമ്മൾ ബട്ടൺ ട്രാക്ക് ചെയ്തില്ലേ, ഓർമ്മയില്ലേ മെറ്റാപിക്സൽ നമ്മൾ ബട്ടൺ ട്രാക്ക് ചെയ്ത് ഓർമ്മയില്ല, ഈ ഒരു ഓപ്ഷൻസ് കണ്ടത് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ e-commerce റീറ്റെയിൽ ഉണ്ട്, അതർ കാറ്റഗറി എഡ്യൂക്കേഷൻ അങ്ങനെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഇതേപോലെ എടുക്കാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് ആഡ് കാർഡ് വെച്ചാൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വിഷ് ലിസ്റ്റ് വെച്ചാൽ അത് എടുക്കാം, ഒരുമിച്ച് എടുക്കാം കേട്ടോ. അതിൽ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം നേരെ നിങ്ങളുടെ കണ്ടിന്യൂ പോകുന്നു. കണ്ടിന്യൂ പോയതിനു ശേഷം സെലക്ട് ഇവന്റ് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സെലക്ട് ഇവന്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവന്റ് ടൈം, ഓക്കെ ഇവന്റ് ടൈം, ഇവന്റ് നെയിം, അതുപോലെ തന്നെ ഇവന്റ് സോഴ്സ് URL കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് ഇവന്റ് ഡീറ്റെയിൽ പാരാമീറ്റർ ആണ് പറയുന്നത്. അതുപോലെ കസ്റ്റമർ ഇൻഫർമേഷൻ പാരാമീറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെ ടിക്ക് കൊടുക്കുന്നത്. അല്ലേ, ഫസ്റ്റ് നെയിം നമ്മൾ ടിക്ക് കൊടുക്കണം, ഫോൺ നമ്പർ ഇത് നമ്മൾ മുന്നേ ചെയ്ത കാര്യമില്ല. അതായത് ഈ കാണുന്ന മെറ്റാപിക്സൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതേ ഓപ്ഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഡാഷ്ബോർഡ് മാറുന്നത് മാത്രമേ ഉള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിന്ന് ഇതേപോലെ അല്ലേ കൊടുക്കുന്നു, സിറ്റി കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആക്കാൻ വേണ്ടി അവിടെ ടിക്ക് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആഡ് ടു കാർട്ടിന് മാത്രമാണ്. സെയിം കാര്യം നിങ്ങൾ ആഡ് ടു വിഷ് ലിസ്റ്റിന് കൊടുക്കാം. കണ്ടോ, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടാവും. ഇവിടെ നമ്മൾ ഇതിന് കൊടുക്കാം. രണ്ടും ഒരുമിച്ച് എടുക്കുമ്പോൾ പ്രത്യേകതാണ്, അത് നിർബന്ധമായി ശ്രദ്ധിക്കട്ടോ. നമ്മൾ ചിലപ്പോൾ ഒന്നിന് മാത്രം കൊടുത്ത് നെക്സ്റ്റ് പോകും, അങ്ങനെ പോകരുത്. എന്തൊക്കെയാണ് നിങ്ങൾ ഡാറ്റാസ് വേണ്ടത് ഇപ്പോൾ കണ്ടില്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലിക്ക് ID കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ എന്താണ് ബ്രൗസർ ID കാണാൻ വേണ്ടി പറ്റും. അതായത് ഡു നോട്ട് ഹാഷ് ലൈക്ക് കുക്കീസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഡാറ്റ കിട്ടുന്നതാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇവന്റിന്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ കണ്ടിന്യൂ പോകാം. കണ്ടിന്യൂ പോയ ശേഷം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ ഒന്നുകൂടെ നമ്മൾ റിവ്യൂ ചോദിക്കാം. ഓക്കെ, റിവ്യൂ ചോദിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ ആക്ഷൻസും അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണ്ടത് എഗൈൻ റിവ്യൂ ചോദിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ കണ്ടിന്യൂ പോകുന്നു. ഇവിടെ കണ്ടിന്യൂ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് സെൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് സെൻഡ് എ കോപ്പി ഓഫ് ഇമെയിൽ. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ സെൻഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ച വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഗെറ്റ് ഒരു ഫോർ എക്സാമ്പിൾ ഏതാണ് നമ്മുടെ ബിസിനസ് ID ഇമെയിൽ ID അതോടെ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ നേരെ സെൻഡ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ സ്റ്റാർട്ട് കൊടുക്കുന്ന നിർബന്ധമില്ല, ജസ്റ്റ് സെൻഡ് കൊടുക്കുകയാണെങ്കിൽ എന്റെ ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു മെയിൽ പോകുന്നതായിരിക്കും. അത് അവിടെ റിവ്യൂ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും, ബ്രൗസർ അല്ല സെർവർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് എന്തെന്നായിരിക്കും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ മാനുവൽ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഓപ്പൺ ഇംപ്ലിമെന്റേഷൻ കാര്യം കാണാൻ വേണ്ടി പറ്റും. ഈ ഓപ്ഷൻ കൊടുത്ത് നമ്മൾ പോകുകയാണെങ്കിൽ അഗൈൻ റിട്ടേൺ ടു നമ്മൾ ഇങ്ങോട്ട് വരും, ഇവന്റ്സ് മാനേജറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് വരും, ഇവിടെ കുറേ സെറ്റപ്പ് പോകുന്നുണ്ട്. ഇത് കുറച്ച് ടാസ്ക് ആണ്, നമ്മൾ എന്നാ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്താ ചെയ്യുന്നത്. ഈ ഓപ്ഷൻ മനസ്സിലായി, ഇവിടെ എന്താ ചെയ്യുന്നത്, സെൻഡ് ഇൻസ്ട്രക്ഷൻ എന്താ മനസ്സിലായില്ലേ. ഈ സ്റ്റെപ്പ് ഓരോന്ന് കംപ്ലീറ്റ് ആക്കി ലാസ്റ്റ് നമ്മൾ മെയിൽ കൊടുക്കണം. മെയിൽ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണോ? മാനുവൽ ഇംപ്ലിമെന്റേഷൻ കുറച്ച് ടാസ്ക് ആണ്. ഈ ഒരു ഇംപ്ലിമെന്റ് കാര്യത്തിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ യൂസിംഗ് ദ കൺവേർഷൻ API കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് യു വിൽ നീഡ് ടു ആക്സസ് യുവർ സെർവർ MMM സെറ്റപ്പ് വിത്ത് API നേരെ സ്റ്റാർട്ട് കൊടുക്കാം.
എക്സ്ട്രാക്ട് കൊടുക്കുന്നു. യൂസിങ് API കാണാൻ വേണ്ടി വരും, സെറ്റ് പാരാമീറ്റർ കാണാൻ വേണ്ടി വരും. ഇവിടെ പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂസിങ് API എന്താണെന്നുള്ളത് ഓപ്ഷനിലേക്ക് വരാം. യൂസിങ് API ഓപ്ഷനിലേക്ക് സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി വരും എന്താണ് കൺവേർഷൻ API, അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് വാട്സ്ആപ്പ് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓപ്ഷൻ സമയത്ത് സെറ്റപ്പ് വിത്ത് ഡാറ്റ സെറ്റ് ക്വാളിറ്റി API കാണാൻ വേണ്ടി വരും, സെറ്റപ്പ് വിത്തൗട്ട് ഡാറ്റ സെറ്റ് കാണാൻ വേണ്ടി വരും. റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ ഓപ്ഷൻ വെച്ച് തന്നെ പോകാന്നുള്ളതാണ്. അതായത് ഇവിടെ സൈഡ് ബാർ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ പോകുള്ളൂ. സോ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി വരും. ഇതിന് ഇവിടെ ജനറേറ്റ് ആക്സസ് ടോക്കൺ കാണാൻ വേണ്ടി വരും. ഓക്കെ, ജനറേറ്റ് ആക്സസ് ടോക്കൺ കാണാൻ വേണ്ടി വരും. ലാസ്റ്റ് ക്രിയേറ്റർ ലൈക്ക് 26 എന്നുള്ള ഇന്ന ഡേറ്റ് ആണ് കാണുന്നത്. ജനറേറ്റ് ആക്സസ് ടോക്കൺ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് നമ്മൾ ഡാറ്റ സെറ്റ് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റ സെറ്റ് ഇവിടെ അവൈലബിൾ ആവണം. ജസ്റ്റ് വൺ സെക്കൻഡ്. യാ, സോ ഇതിൽ ഡാറ്റ സെറ്റ് അവിടെ അവൈലബിൾ ആവാത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ സെക്കൻഡ് ഓക്കെ. നമ്മൾ എടുക്കുന്ന ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൊരു ഓപ്ഷൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തായിരുന്നു ജസ്റ്റ് വ്യൂ മീൻസ് മുന്നേ ഷോപ്പിഫൈനോട് കണക്ട് ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ ഇത് പകുതിയിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് അതിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡാറ്റ സെറ്റ് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. ഓക്കെ, അതായത് വൺസ് നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ നമ്മുടെ PM ഇതിലൂടെ ഷോപ്പിഫൈറ്റ് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ സെറ്റപ്പ് ചോദിക്കുന്നുണ്ട്. കണ്ടിന്യൂ സെറ്റപ്പ് നമ്മൾ നേരത്തെ ഡാഷ്ബോർഡിൽ ഇവിടേക്കാണ് പോകുന്നുണ്ടോ, നമ്മൾ കുറച്ച് മുന്നേ എടുത്തില്ലേ, അതോടെ പകുതി കണക്ട് ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റ് ട്രാക്കിംഗിൽ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സംഭവം വളരെ സിമ്പിൾ ആണ്. നിങ്ങളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തായിരിക്കും ഈ കാണുന്ന ജനറേറ്റ് ആക്സസ് ടോക്കണിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഡാറ്റ സെറ്റ് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഡാറ്റ സെറ്റ് കൊടുത്തിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് ഇതൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് കാരണം ഇതെല്ലാം നമ്മൾ വരുന്നത് ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കണക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് പോകേണ്ട കാര്യം ഇവിടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ബിൽഡ് പെയർ ലോഡ് കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് പേ ലോഡ് എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യത്തുള്ളൂ. സി ഹൗ യുവർ പേ ലോഡ് ഷുഡ് ബി സ്ട്രക്ചർഡ് ആൻഡ് ചെക്ക് ഫോർ ദ സ്ട്രക്ചർ എറർ ബൈ യൂസിംഗ് പേ ലോഡ് ഹെൽപ്പർ എന്ന് പറയുന്നത്. ഈ പേ ലോഡ് ആക്ച്വലി ഇവിടെ നമ്മൾ ലോഞ്ച് പേ ലോഡ് ഹെൽപ്പറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ തീർച്ചയായും കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ കണക്ട് ചെയ്തിരിക്കാം. വെബ്സൈറ്റ് കണക്ട് ചെയ്തിരിക്കാം. ലൈക്ക് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ എറർ സംഭവിച്ചിട്ടുണ്ട്. വെബ് ആൻഡ് ഫിസിക്കൽ സ്റ്റോറി യൂസിംഗ് കൺവെൻഷൻ API ആർ സ്പെസിഫിക് പാരാമീറ്റർ ലിസ്റ്റ് റിക്വയർഡ്. ഇതിനുള്ള ലിസ്റ്റ് റിക്വയർഡ് അവൈലബിൾ ഹിയർ എന്ന ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പാരാമീറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി എന്താണ് പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ കൺവേർഷൻ APIs നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വരും പാരാമീറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പക്ഷേ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓപ്ഷൻ പറഞ്ഞുതരാം. ബട്ട് ഇവിടെ നിങ്ങൾ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ഓൺ വെബ്സൈറ്റ് ഈവൻ ഷെയർഡ് യൂസിംഗ് കൺവേർഷൻ API റിക്വയർഡ് ദാറ്റ് ക്ലയന്റ് യൂസർ ഏജന്റ് ആക്ഷൻ സോഴ്സ് ആൻഡ് ഇവൻ സോഴ്സ് URL. പാരാമീറ്റർ വിൽ ബി നോൺ വെബ് ആൻഡ് റിക്വയർഡ് ഓൺലി ആക്ഷൻ സോഴ്സ് എന്നാണ് പറയുന്നത്. സോ അതിന് നമ്മൾ പോകേണ്ട കാര്യം അഗൈൻ ബാക്ക് ടു നമ്മളുടെ സെറ്റിംഗ്സിലോട്ട്, അതായത് നമ്മുടെ ഡാറ്റ സെറ്റിംഗ്സിലോട്ടേക്ക് പോകും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടി വരും മാനേജ് പാരാമീറ്റർ ബ്ലോക്കിംഗ് ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇവിടെ റിവ്യൂ കൊടുക്കുക, പാരാമീറ്റർ ഓപ്ഷൻ റിവ്യൂ കൊടുക്കുക. ആൻഡ് ഐ അക്നോളജ് ലൈക്ക് വെൻ യു ആർ യൂസിംഗ് ദാറ്റ് അന്ന രീതിയിലുള്ള എന്താ പറയുക യു കാൻ ഷെയർ ദ ഡാറ്റ ദാറ്റ് ഇൻക്ലൂഡ് ബേസ്ഡ് ഓൺ ഹെൽത്ത് ഫിനാൻഷ്യൽ കസ്റ്റമർ റിപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ജസ്റ്റ് ഐ അക്നോളജ് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ഇവന്റ് ഓപ്ഷൻ ലൈക്ക് റിക്വയർഡ് ഇവിടെ ഒന്നും അവൈലബിൾ ആയിട്ടില്ല. ഇതിലൊരു ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്ന ഷോപ്പിഫൈ കണക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒന്ന് ഹോൾഡ് ചെയ്യാൻ ഞാൻ പുതിയ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കേണ്ടി വരും മിക്കവാറും, കാരണം ഞാൻ അതിൽ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം ഒരു 2 minutes. ഒരു ലൈക്ക് ഡാറ്റ സെറ്റിലേക്ക് എന്ന് വരട്ടെ. നിങ്ങൾക്ക് അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ആദ്യം മുതൽ ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം. കാരണം ഓൾറെഡി ഷോപ്പിഫൈലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പ് അവിടെ പകുതി സ്റ്റക്ക് ആവുന്നത്, നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. മാനുവൽ സെറ്റപ്പിലാണ് ഇഷ്യൂ വരുന്നത്. ഓക്കെ ഫൈൻ. ഞാൻ നിങ്ങൾക്ക് ഇതിലെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് കാണിച്ചു തരാം. അതാവുന്ന കുറച്ചുകൂടെ ഐഡിയ അവിടെ
ഓക്കെ ആയിരിക്കും. സോ ഞാൻ ബാക്ക് ടു അതായത് നമ്മുടെ ആ ബാക്ക് ടു ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഒന്നുകൂടെ ഇതിന്റെ ഒരു ഓപ്ഷനിലേക്ക് വരാം. സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫീച്ചറിലെ കണക്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നു സെലക്ട് ഇവന്റ്സ് നമ്മുടെ ഇവന്റ് കാര്യങ്ങൾക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചു. ഇതേപോലെ നമ്മൾ ചെയ്തു അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു, റിവ്യൂ സെറ്റപ്പ് കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എന്താണെന്നുള്ളത് അതായത് മെറ്റാ പിക്സലിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നു ഈ ഒരു ഓപ്ഷൻ വഴി അതവിടെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ കണക്ട് ചെയ്തു. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആണ് സർ. ഈ ഒരു സെറ്റപ്പ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾറെഡി നിങ്ങൾ മെറ്റാ പിക്സൽ പഠിച്ചുകൊണ്ട് ഇതുവരെ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഫൈനൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെറ്റപ്പിലാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ പറ്റുന്ന പറഞ്ഞു. അതുകൊണ്ട് മെയിൽ ത്രൂ കൺഫർമേഷൻ മറ്റുന്നതാണ് ഈ പറഞ്ഞ പോലെ മാനുവൽ ഇംപ്ലിമെന്റ് API യൂസേഴ്സ് എന്നതാണ്. ഈ ഓപ്ഷൻ ഇവിടെ നമ്മൾ ചെയ്യുന്നു ഓപ്പൺ ഓപ്ഷൻ കൊടുക്കാം. ഓപ്പൺ ഇംപ്ലിമെന്റേഷൻ ഗൈഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഡാറ്റ സെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അതില്ല നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഓപ്ഷനോട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നേരെ നമ്മൾ ഇവിടെ സെറ്റപ്പ് വിത്തൗട്ട് ഡാറ്റ സെറ്റ് API എന്ന ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ജനറേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ജനറേറ്റ് ടോക്കൺ എന്ന ഓപ്ഷനിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കോഡ് കിട്ടും. ഓക്കെ, ഒരു കോപ്പി കോഡ് ചെയ്യാൻ വേണ്ടി കോപ്പി കോഡ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ നേരെ താഴെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഇവിടെ പേ ഹോൾഡ് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ജസ്റ്റ് ഇൻക്ലൂഡ് സെലക്ട് ഇവന്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ഇല്ല നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെറ്റപ്പ് ചെയ്തെടുക്കാം. നേരെ താഴെ പോകുന്നത് ഇവിടെ ഫിനിഷ് സെറ്റപ്പ് കൊടുത്താൽ മാത്രം മതി. ഈ ഫിനിഷ് സെറ്റപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് എങ്ങോട്ടേക്ക് വരും, റിട്ടേൺ ടു ബാക്ക് ഈ ഒരു നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ കംപ്ലീറ്റ് സെറ്റപ്പ് പറയുന്നത് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്യാൻ ഞാൻ ഇവിടെ ഷോപ്പിഫൈ ആയിട്ട് കണക്ട് ചെയ്താണ് നടക്കുന്നത്. സെറ്റപ്പ് കംപ്ലീറ്റ് ആക്കാനുള്ളത് എന്റെ ഷോപ്പിഫൈ അക്കൗണ്ട് കണക്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവും. അതായത് ഇവിടെ പറയുന്ന പോയിന്റുള്ള കാര്യം നമ്മൾ നോർമലി ഒരു എന്താ പറയാ മെറ്റാ പിക്സലിന് പകരം സെർവർ വഴി കണക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് മാത്രമാണ് ഇവിടെ ഈ പറഞ്ഞ കൺവേർഷൻ API ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ചെറിയ ബെനിഫിറ്റ് മാത്രമല്ല, ഒരു ഡാറ്റ പോലും മിസ്സാവാതെ കംപ്ലീറ്റ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കിട്ടാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ മെറ്റാ പിക്സൽ എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കൺവേർഷൻ API എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ഡാറ്റാസ് എല്ലാം എന്താണ് ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ പേര്, ഫോൺ നമ്പർ, ഐ മീൻ പേര് മീൻസ് അവരുടെ നെയിം എന്താണ് അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളാണ് കിട്ടുന്നതാവുക. അത് എക്സാക്ട് ഡിസ്പ്ലേ ചെയ്യുന്നല്ല പറയുന്നത്, നമുക്ക് ആഡിന്റെ പർപ്പസിനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ സെയിൽ ആവുന്ന കാര്യത്തിനും ഒക്കെ കിട്ടുന്ന കാര്യമാണ്. അത് മെറ്റാ പിക്സൽ ആണെങ്കിലും ഈ പറഞ്ഞ സെർവർ ആണെങ്കിൽ സെയിം ആയിരിക്കും തരുന്നുണ്ടാവുക. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മെറ്റാ പിക്സൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 10 റിസൾട്ട് കിട്ടിയെങ്കിൽ ചിലപ്പോൾ എക്സാക്ട് റിസൾട്ട് എന്തായിരിക്കും 12, 13 ഉണ്ടാവും. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ബ്രൗസർ എടുക്കുകയാണെങ്കിൽ എക്സാക്ട് അത് എവിടെ ക്ലിക്ക് ചെയ്തു എന്ത് ക്ലിക്ക് ചെയ്തു ഡാറ്റാസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും ഈ പറഞ്ഞ ഓപ്ഷൻ വഴി കിട്ടുന്നതായിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞ കൺവേർഷൻ API എന്ന് പറഞ്ഞാലുള്ളൂ. അതായത് എവിടെ വെച്ച് നിങ്ങൾ കൺവേർഷൻ നടന്നു അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ API അതായത് ആപ്ലിക്കേഷന്റെ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കൺവേർഷൻ API സെറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, കം ബാക്ക്. സോ ഇവിടെ നിങ്ങൾ കൺവേർഷൻ API സെറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് കൺവേർഷൻ നടക്കുന്ന പ്ലാറ്റ്ഫോമിലെ കാര്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ടൂളുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ഡാറ്റ കിട്ടുന്ന നിർബന്ധം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു വേറെ ഏതെങ്കിലും ടെസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്താൽ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. കണ്ടോ? യെസ്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒപ്റ്റിമൈസ് റീഡ് ക്വാളിറ്റി വിത്ത് ലൈക്ക് എന്താ കൺവേർഷൻ API സെറ്റ് വിത്ത് ഫോർ CRM കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിനെ CRM ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് സെറ്റപ്പ് വിത്ത് API ഫോർ CRM ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ തന്നെ ഡാഷ്ബോർഡിലേക്ക് വരുന്നതാവും. അതായത് നിങ്ങൾക്ക് ഇതേപോലെ ഡാറ്റ ഹാഷ് എന്നൊക്കെ പറഞ്ഞ CRM പ്ലാറ്റ്ഫോമുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ഡാറ്റ ഹാഷ് എന്നുള്ള പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു സംഭവം നമുക്ക് ഇതിൽ അക്കൗണ്ട് ആവശ്യം ഉണ്ടാവും. ഡാറ്റ സ്റ്റുഡന്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറണം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ മെറ്റ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റ കണക്ട് ചെയ്ത CRM പ്ലാറ്റ്ഫോംസ് ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾ നേരെ ഇന്റഗ്രേഷൻ ഉണ്ടോ ഇന്റഗ്രേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഈ ഡാറ്റ ഹാഷ് തന്നെ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ ഇന്റഗ്രേഷനിലേക്ക് പോകുന്ന സമയത്ത് ആഡ് ന്യൂ ഇന്റഗ്രേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺവേർഷൻ API ഈ പറഞ്ഞ പോലെ ഫയൽ അപ്ലോഡ് അല്ലെങ്കിൽ മെറ്റാ പിക്സൽ ഫയൽ അപ്ലോഡ് ഫേസ്ബുക്ക് DSD അതുപോലെ മൊബൈൽ മെഷർമെന്റ് പാരാമീറ്റേഴ്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. എഗെയിൻ നിങ്ങളുടെ കൺവേർഷൻ API സെറ്റപ്പ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ സെയിം സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരിച്ചു വരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ മാനുവൽ സെറ്റപ്പിൽ മാനുവൽ സെറ്റപ്പിൽ പോകുന്ന സമയത്ത് നെക്സ്റ്റ് പോകുന്ന സമയത്ത് അതായത് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ പിക്സൽ ഓൺലി മാത്രം കൊടുക്കാം. മെറ്റാ പിക്സൽ ഓൺലി മാത്രം കൊടുക്കാം. കൺവേർഷൻ API വിത്ത് മെറ്റാ പിക്സൽ ഓൺലി മാത്രം കൊടുത്തിട്ട് നെക്സ്റ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ നമ്മുടെ മുന്നേ സെറ്റപ്പ് ഓപ്ഷനിലെ അത് പിക്സൽ ലോഗിലേക്ക് തിരിച്ചു പോകുന്നുണ്ടാവാം. സ്റ്റെപ്പ് ഒന്നുകൂടെ അവിടെ ചെയ്യേണ്ടതുണ്ട്. ഇത് ചെയ്ത ശേഷം നിങ്ങൾ നേരെ മെറ്റാ പിക്സൽ ഓപ്ഷനിൽ സെറ്റപ്പ് കൊടുത്തിട്ട് നോർമൽ വേർഷൻ തന്നെ സെറ്റപ്പ് മാനുവലി തന്നെ കൊടുക്കുക അല്ലെങ്കിൽ പാർട്ണർ ഇന്റഗ്രേഷൻ കൊടുത്താൽ മതിയോ? ഓക്കെ, ഈ നോർമൽ നിങ്ങൾ ഹബ്സ്പോട്ട് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഏതാ ഹബ്സ്പോട്ടിലെ അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ CRM എന്ന് പറയുന്ന ഹബ്സ്പോട്ട് ആണ് ഉദ്ദേശിച്ചത്. അതിലേക്ക് വരുന്നത് അതായത് നിങ്ങൾക്ക് ഹബ്സ്പോട്ട് ഇന്റഗ്രേഷൻ പോകും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നേരെ ഞാൻ എടുത്തിരിക്കുന്നത് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മേ ബി ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഇവിടെ ഹബ്സ്പോട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അത് പറയാറുള്ളത് സെറ്റപ്പ് ഇത് പാർട്ണർ ഇന്റഗ്രേഷനിലെ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്റഗ്രേഷൻ സമയത്ത് അത് ഷോപ്പിഫൈ പകരം അതായത് അവിടെ ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യുക പിക്സൽ കൺവേർഷൻ API കൊടുക്കുക. അത് പകരം നിങ്ങൾ ഹബ്സ്പോട്ട് ഐ തിങ്ക് ഇവിടെ അവൈലബിൾ അല്ല. ബട്ട് ഇതേപോലെ മറ്റു കുറേ ടൂളുകൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെയിൽസ്ഫോഴ്സ് കേട്ടോ സെയിൽസ്ഫോഴ്സ് നിങ്ങൾ സെയിൽസ്ഫോഴ്സ് ഏതാണ് കേട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മെറ്റേന്നോ ഗൂഗിളിനോ മറ്റേത് പ്ലാറ്റ്ഫോമിൽ ഡാറ്റ നമുക്ക് നേടാൻ പറ്റും. ഈ പറഞ്ഞ സെയിൽസ്ഫോഴ്സിലേക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ ഇന്റഗ്രേഷൻ പറയുന്നത്. ഇത് നമ്മൾ നേരെ നെക്സ്റ്റ് പോകുകയാണെങ്കിൽ നേരെ നിന്ന് കണ്ടിന്യൂ പോകുന്നു. അപ്പോൾ കണ്ടിന്യൂ നമുക്ക് എന്താണ് സെയിൽസ്ഫോഴ്സിന്റെ അക്കൗണ്ട് ആവശ്യമുണ്ട്. അവിടെ ലോഗിൻ ചെയ്ത് കണക്ട് ചെയ്യാൻ സംഭവിക്കും. നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബ്രൗസർ ട്രയൽ ഓപ്ഷൻ കൊടുക്കേണ്ടി വരും. എനിക്ക് സെയിൽസ്ഫോഴ്സ് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇന്റഗ്രേഷൻ അതായത് ഇവിടെ വന്ന ഇവന്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലുള്ളത് അത് കഴിഞ്ഞ് ഇവിടെ ഇന്റഗ്രേഷൻസിലേക്ക് പോകുകയാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് നമ്മുടെ ഡാറ്റാസ്
പാസ് ചെയ്ത് പോകുന്നതായിരിക്കും. അത് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് വെച്ചാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർഷൻ API കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡാറ്റാസ് എല്ലാം തന്നെ നമുക്ക് ഡയറക്ട്ലി സെർവർ കിട്ടുകയും ആ സെർവറിൽ കിട്ടിയ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ പറഞ്ഞ CRM ടൂളിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടിന്യൂ CRM എന്നെ ചോദിക്കുന്നത്, അതായത് എന്റെ കയ്യിൽ CRM ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നേരെ കണ്ടിന്യൂ പോകുകയാണെങ്കിൽ CRM ടൂൾ എഴുതാം. ഇതേപോലെ Salesforce ഉണ്ട്. യെസ്, ഐ ആം റിയലി സോറി കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഇന്റഗ്രേഷനിൽ എനിക്ക് അവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി ഇവിടെ എനിക്ക് അവൈലബിൾ ആവേണ്ടതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിട്ടുണ്ട്, കണ്ടിന്യൂ CRM ചോദിക്കുന്നുണ്ട്. ഇവിടെ പോകുന്ന സമയത്ത് ഇവിടെ എന്താണ് ഈ പറഞ്ഞ Salesforce കൂടെ തന്നെ HubSpot ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്റെ താഴെ 5 ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, കണ്ടില്ലേ, ഇവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ എന്താ ബഗ് ഇഷ്യൂ ആണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഈ ഒരു കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന HubSpotഉം Salesforceഉം അതുപോലെ Zoho ഒക്കെ നമുക്ക് അവൈലബിൾ. Zoho വരുന്നത്, നിങ്ങൾ Zoho എന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കണക്ട് ചെയ്തതിനാൽ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ ലീഡ് ബ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ ആരും HubSpotന്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പെയ്ഡ് വേർഷൻ ആട്ടോ വരുന്നത്. ഫ്രീ വേർഷനിലെ പെയ്ഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഫ്രീ വേർഷനിൽ ഇപ്പോൾ ചെയ്യാൻ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 14 days വാലിഡിറ്റി ഒക്കെ തരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിനൊക്കെ പെയ്ഡ് വേർഷനിൽ നമ്മൾ പോയിട്ട് കാണിക്കാം. ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ട്രാക്ക് ചെയ്യേണ്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മാർക്കറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഈ ഡാഷ്ബോർഡ് യൂസ് ചെയ്യാൻ ഇതിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറ്റും. അതേസമയം ഇതൊരിക്കലും ഒരു സെയിൽസ് പേഴ്സൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അയാൾക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇതേപോലെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ CRM ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഒരു പോയിന്റ് കൂടെ ഏതെങ്കിലും ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ആ ഒരു പെയ്ഡ് ആയിട്ടുള്ള CRM ടൂളുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കണം. അതില്ലാതെ കിട്ടില്ല. കാരണം വെച്ചാൽ ഒരു വലിയ കമ്പനിക്കാകുമ്പോൾ എന്തായാലും ആ ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ സീരിയൽ നോക്കുകയാണെങ്കിൽ നമുക്ക് Salesforce ഉണ്ട്. Salesforceലേക്കാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ടാവും. ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഈ ഡാറ്റ അങ്ങോട്ടേക്ക് കിട്ടുക എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് അവിടെ പല രീതിയിലുള്ള ഡാറ്റാസ് ഉണ്ടാവും. ആഡ് കാർഡ് ഉണ്ടാവും. ഇവിടെ കണ്ടിന്യൂസ് സെറ്റപ്പ് കൊടുക്കുന്ന സമയത്ത് HubSpot കൊടുത്തിട്ടുണ്ടല്ലോ. HubSpot സമയത്ത് ഇവിടെ ലീഡ്സ് ബ്രിഡ്ജ് മാത്രമേ ഇതിലൂടെ എടുക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്, ലീഡ്സ് ബ്രിഡ്ജോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ HubSpot വഴി നീക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ അവിടെ ആവശ്യം വരുന്നില്ല. ലീഡ്സ് ബ്രിഡ്ജ് നോക്കുന്ന സമയത്ത് നമുക്ക് ലീഡ്സ് മാത്രമായിരിക്കും HubSpotലേക്ക് ഷെയർ ആകുന്നുള്ളൂ. ഇപ്പോൾ ആഡ് കാർഡോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് കാണിക്കുന്നു അവിടെ ആഡ് ആവില്ല. ഓൺലി ലീഡ് മാത്രം, ലീഡ് സമയത്ത് ആൾക്കാരെ മാത്രം അങ്ങോട്ട് കാട്ടാനുണ്ടാവും. ആക്ച്വലി അവർക്ക് അത് ആവശ്യമുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഡാറ്റാസും വേണം. ഈ പറഞ്ഞ പോലെ ആഡ് കാർഡ് വേണം അല്ലെങ്കിൽ മറ്റെന്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് വെച്ചാൽ നമ്മൾ റീടാർഗറ്റിംഗ് റീമാർക്ക് ചെയ്യുന്നത്. പക്ഷേ HubSpot കാണിക്കുന്ന ശേഷം എന്താണ്, നമുക്ക് CRM പ്ലാറ്റ്ഫോം മാത്രമാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അവർ ഡാറ്റ സബ്മിറ്റ് ചെയ്താൽ അത് മാനേജ് ചെയ്യാനും അതുപോലെ കോളോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് വെച്ചാൽ ഇത് നിർബന്ധമായിട്ട് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ സെയിൽസ് ഓറിയന്റഡ് ആയിട്ട് വർക്കുന്ന കമ്പനി ആണെങ്കിൽ നിർബന്ധമായിട്ട് കണക്ട് ചെയ്യണം. അല്ലാതെ ആവശ്യമില്ല. അല്ലാതെ ശരിക്കും കൺവേർഷൻ API പോലും ശരിക്കും ആവശ്യമില്ല. മെറ്റാപിക്സൽ വഴി ബ്രൗസർ വഴി പോകുന്ന ആൾക്കാർ മാത്രം മതിയാവുമല്ലോ. പക്ഷേ എല്ലാത്ത സിറ്റുവേഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വലിയ കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഡെയിലി നിങ്ങൾക്ക് വരുന്ന ഇഷ്ടംപോലെ റിസൾട്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിർബന്ധമായിട്ട് വേണ്ടി വരിക. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. CRM കണക്ട് ചെയ്യുന്നത് പ്ലസ് എന്താണ് ഈ API ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്ട് മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങൾ റിയൽ ടൈം ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ പറയുന്ന സമയത്ത് അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഇത് ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ. കാരണം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത് എക്സാക്ട് പഠിക്കുള്ളൂ. നമ്മളിപ്പോ ഇ-കോം അല്ലാതെ നോർമൽ ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ CDA പോലത്തെ സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിംഗ് ആകുമ്പോൾ നമ്മൾ ഏത് മെത്തേഡ് വഴിയിട്ട് API കണക്ട് ചെയ്യുന്നതാണ് ബെറ്റർ? നോർമലി നമ്മൾ മെറ്റാപിക്സൽ ഇല്ലേ, ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതായത് ഒരു നോർമൽ സൈറ്റ് ആണെങ്കിൽ ഒരു പ്രത്യേകിച്ച് അതിൽ ആക്ഷൻസ് ഒന്നും ഇല്ല. അങ്ങനത്തെ സൈറ്റ് ആണെങ്കിൽ സെർവർ സൈഡ് ട്രാക്കിങ്ങിന്റെ ആവശ്യമില്ല. ശരിക്കും സെർവർ സൈഡിന്റെ ആവശ്യമില്ല. ഈ സെർവർ സൈഡിന്റെ ആവശ്യം എന്താണ് ശരിക്കും, ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞ ആഡ് കാർഡ് അങ്ങനത്തെ കാര്യങ്ങളിലെ അവർ ഇ-കോമേഴ്സ് സൈറ്റിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും അവിടെ കണക്ട് ചെയ്യുന്നത് അവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട സെർവർ സൈഡ് അതിന് മാത്രം മതി. അതേസമയം നോർമൽ നമ്മൾ പേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ബട്ടണാണ്. ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുത്ത ബട്ടൺസ് ഒന്നും കാണാൻ പറ്റില്ല. ആഡ് കാർഡും വിഷ് ലിസ്റ്റ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഏതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കും, ഇപ്പം എൻക്വയറി നോ അങ്ങനെ ബട്ടൺ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ അഡ്മിഷൻ എന്നുള്ള ബട്ടൺ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ഉണ്ടാക്കില്ലേ. അപ്പോൾ അതൊക്കെ എപ്പോഴായിരിക്കും നോർമൽ നമ്മുടെ പോർട്ട്ഫോളിയോ സൈറ്റുകൾക്ക് ഉണ്ടാക്കുള്ളൂ. അതേസമയം ഷോപ്പിഫൈ പോലുള്ള അല്ലെങ്കിൽ WooCommerce പോലുള്ള സൈറ്റുകൾക്ക് കോമൺ സ്ട്രക്ചർ ഉണ്ടാവും. അവർക്ക് നിർബന്ധമായിട്ടും ആഡ് കാർഡ് ഉണ്ടാവും, നിർബന്ധമായിട്ട് വിഷ് ലിസ്റ്റ് ഉണ്ടാവും, അങ്ങനെ എന്തായാലും ഉണ്ടാവും. പോർട്ട്ഫോളിയോ നമ്മളായി ഉണ്ടാകും. അപ്പോൾ പോർട്ട്ഫോളിയോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താണ് നോർമൽ മെറ്റാപിക്സലുമായി കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്ക് ചെയ്യാം. പക്ഷേ ഇ-കോമേഴ്സ് പോലത്തെ സൈറ്റുകൾക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് കൺവേർഷൻ API കണക്ട് ചെയ്തിട്ട് അതിന്റെ എക്സാക്ട് സെർവർ ഡാറ്റ നിങ്ങൾ യൂസ് ചെയ്യാനുള്ളതാണ്. ഇതാണ് ഇതിന്റെ എക്സാക്ട് പർപ്പസ് എന്ന് പറയുന്നത്. മെറ്റാപിക്സലും അല്ലെങ്കിൽ കൺവേർഷൻ API നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇ-കോം സൈറ്റിന് കൺവേർഷൻ API കണക്ട് ചെയ്താലും മെറ്റാപിക്സൽ കൂടെ ചെയ്യണ്ടേ? രണ്ടും വേണ്ടേ? അതോ രണ്ടും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്ന രണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരേ പ്രോസസ് അല്ലേ. അപ്പം ഒരെണ്ണം മറ്റേ കൺവേർഷൻ API ഉണ്ടെങ്കിൽ പിന്നെ മെറ്റാപിക്സൽ വേണ്ടല്ലേ? പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെറ്റാപിക്സൽ സെറ്റപ്പ് ചെയ്ത് കൺവേർഷൻ API പോകാൻ വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, രണ്ട് സൈഡിലെ ഡാറ്റ കിട്ടുമല്ലോ. പ്രോസസ് സൈഡും കിട്ടും, ഈ പറഞ്ഞ സെർവർ സൈഡും കിട്ടും. ഇത് രണ്ടും മാച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാക്ട് പ്രോപ്പർ റിസൾട്ട് കിട്ടുന്നതാ. ഞാൻ നോർമലി ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്ന ഒരു രീതി എനിക്ക് അറിയില്ല. ഞാൻ നമ്മുടേതായ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് ജനറേഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മെറ്റാപിക്സൽ ആദ്യം ചെയ്തു, എന്നിട്ട് അതേ നമ്മൾ കൺവേർഷൻ API വഴി കണക്ട് ചെയ്തു. അതൊരു ഇ-കോം സൈറ്റിനാണ് ചെയ്തിട്ടുള്ളത്, നോർമൽ സൈറ്റ് അല്ല. നോർമൽ സൈറ്റിന് ആവശ്യമില്ല. അപ്പോൾ സമയത്ത് നമുക്ക് എക്സാക്ട് കുറച്ചുകൂടെ റെലവന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിർബന്ധമായിട്ട് എവിടെയും പറയുന്നില്ല. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, നിർബന്ധമായിട്ടും പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മെറ്റയുടെ ഒഫീഷ്യലി ഈ ഇതിലൊന്നും എവിടെയും പറയില്ല, കണക്ട് ചെയ്യുന്നത്. പക്ഷേ ചില ആൾക്കാർ നിർബന്ധമായിട്ട് ചെയ്താൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെർവറും വെബും ചെയ്യുന്ന നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുന്നില്ല. ചെറിയ ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ. ബട്ട് ഐ പേഴ്സണലി ഫീൽ ചെയ്താൽ രണ്ടും നിർബന്ധമായിട്ട് ചെയ്യുന്നില്ല, ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ട്. ദാറ്റ്സ് ഓക്കെ സർ. ഇതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ, ഇത് ഒരിക്കലും നിങ്ങൾ എന്താക്കേണ്ട കാര്യമില്ല. നിർബന്ധമായിട്ടും ഇത് തന്നെ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പറയാറ് എന്നാണ് ഇത് കണക്ട് ചെയ്യുന്നത് നല്ലതാണ് പറയാറ്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ട് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
കണക്ട് ചെയ്ത് നിങ്ങൾ ചെയ്തോ. ഏർലി സ്റ്റേജുകളിൽ ഇപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണല്ലോ, പെർഫോമൻസ് മാർക്കറ്റ് തുടക്കക്കാരാണ്, അപ്പോൾ ഏർലി സ്റ്റേജുകൾ കണക്ട് ചെയ്ത് ചെയ്തോ. പിന്നീട് മനസ്സിലാവും വേണോ വേണ്ടെന്നുള്ളത്. ഓക്കെ Okay. യെസ്. സോ ആക്ച്വലി ഈ കൺവേർഷൻ API അല്ലെങ്കിൽ മെറ്റാബിക്സ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഏരിയ തന്നെയാണ്. നിങ്ങൾക്ക് ഞാനത് എന്താണെന്നുള്ളത് ഡീറ്റെയിലായിട്ട് ജസ്റ്റ് അതിന്റെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, നിർബന്ധമായിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കൂടെ എന്ത് ചെയ്യുക, CRM ഉണ്ടെങ്കിൽ അവിടെ CRM ഉണ്ടെങ്കിൽ CRM കൂടെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ഒരു ടെസ്റ്റിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. എങ്കിൽ നിങ്ങൾ പഠിക്കുള്ളൂ, ഇല്ലെങ്കിൽ എപ്പോഴും എന്തായിട്ട് കിടക്കും, അതവിടെ സ്റ്റക്ക് ആയിട്ട് കിടക്കും. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഫൈൻ. ഇനി നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ഒന്ന് ആപ്ലിക്കേഷൻ ഉണ്ട്, മറ്റൊന്നാണ് അവിടെ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർമൽ വേർഷൻസ് ലൈക്ക് സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഷീറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ് പറയുന്നത്. സോ അതിലേക്ക് കൂടെ നമുക്കൊന്ന് വരാം. ഇപ്പം ആപ്പിന്റെ കേസ് നമുക്ക് നിർബന്ധമായിട്ട് ആപ്ലിക്കേഷന്റെ ബാക്ക് ആൻഡ് ഡാഷ്ബോർഡ് കാര്യങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ അതിനൊരു ജസ്റ്റ് ഇന്റർഫേസ് കാണിച്ചു തരാം, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സെക്കൻഡ്. സ്ക്രീൻ വിസിബിൾ ആണോ? അല്ല. ഓക്കെ പറ്റുണ്ട്. ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, സ്ക്രീൻ ഷെയർ. സോ ഇതിൽ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റോ കൺവേർഷൻ CSV ഫയൽ അപ്ലോഡിംഗ് ഓപ്ഷനാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ആപ്പിലേക്ക് വരാം. ഇവിടെ പറഞ്ഞ പോലെ യു കൻ മാനുവലി അപ്ലോഡ് എ ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് കസ്റ്റമർ ആക്ടിവിറ്റി. ദ മെത്തേഡ് ഈസ് ഗുഡ് ഫോർ ടെസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് യുവർ ഇവന്റ് ഡാറ്റ ബിഫോർ ഇൻവെസ്റ്റിംഗ് എ കോംപ്ലക്സ് ഓട്ടോമാറ്റഡ് പ്രോസസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ടെസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതാവുക. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഷോപ്പിഫൈ സൈറ്റ് അല്ലെങ്കിൽ ഷോപ്പിഫൈന്റെ ബാക്ക് എൻഡോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഷോപ്പിഫൈ സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഷോപ്പിഫൈന്റെ സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുണ്ട് സർ, ഫ്രീ ട്രയൽ. Okay. ഒറിജിനൽ ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഷോപ്പിഫൈന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇവിടെ 3 ഓപ്ഷൻ കാണിക്കുന്നത് അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്, ഒരു ഫോൺ നമ്പർ, ആളുടെ പേര്, കൺട്രി, മേ ബി ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം, ജെൻഡർ, ഏജ്, പർച്ചേസ് നെയിം, അതുപോലെ പർച്ചേസ് ടൈം, വാല്യൂ, ഇതൊക്കെ ഇവിടെ കാണുന്ന ഒരു ഷീറ്റ് നമുക്ക് ഈ പറഞ്ഞ ഷോപ്പിഫൈനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സാമ്പിൾ ഷീറ്റ് എന്ന് പറയുന്നത് ഓക്കെ, എൻ്റെ സ്ക്രീൻ ഷെയർ. ഈ ഷീറ്റ് കാണുന്നുണ്ടെങ്കിൽ വിസിബിൾ അല്ലേ? ഇവിടെ 3 മെയിലേക്ക് പറയേണ്ട, പക്ഷേ 3 സാമ്പിൾ ചെയ്യാൻ എടുത്താൽ 3 മെയിൽ വേണ്ട, ഒരു മെയിൽ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കസ്റ്റമറുടെ മെയിൽ, ഫോൺ നമ്പർ, പേര്, കൺട്രി, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഏജ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പർച്ചേസ് നെയിം ആൻഡ് പർച്ചേസ് ടൈം, വാല്യൂ ആൻഡ് കറൻസി ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ കാണുന്ന നമ്മുടെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ കണ്ടോ അപ്ലോഡ് CSV ഫയൽ എന്ന ഓപ്ഷൻ ഉണ്ടല്ലേ? ഈ ഓപ്ഷൻ വഴി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് സെലക്ട് CSV ഫയൽ. ഓക്കെ, മിനിമം അതിൽ വേണ്ട കസ്റ്റമർ ഡീറ്റെയിൽസ്, ഇവന്റ് ടൈം, അതുപോലെ തന്നെ എന്താണ് ഇവന്റ് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഓക്കെ, ഇവന്റ് ഡീറ്റെയിൽസ് എപ്പോഴാണ് പർച്ചേസ് ചെയ്തത്, അതുപോലെ തന്നെ എന്താണ് പർച്ചേസ് കാര്യങ്ങൾ പ്ലസ് എന്താണ് കസ്റ്റമറുടെ പേര് കാര്യങ്ങൾ. ഇതിലുള്ള ഷീറ്റാണ്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഷീറ്റ് നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കിട്ടുന്നുണ്ടാവുക നിങ്ങളുടെ ഷോപ്പിഫൈ സൈറ്റിന്റെ ഈ പറഞ്ഞ പോലെ ബാക്കിൽ നിന്നായിരിക്കും. ഇനി അതല്ല, ഇത് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റോറിൽ, ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റോൾ നടക്കുന്ന പർച്ചേസ് ഇല്ലേ, അതിന്റെ ഡാറ്റ ഇതുപോലെ നിങ്ങൾ കയ്യിൽ വിചാരിക്കാം. എന്താണ് പർച്ചേസ് ഇവന്റ്, പർച്ചേസ് വാല്യൂ, പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ ഫോൺ നമ്പർ, ഇമെയിൽ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് എക്സാമ്പിൾ എന്താണ്, നിങ്ങളിപ്പം സ്റ്റുഡിയോയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, സ്റ്റുഡിയോയിൽ പോയി പർച്ചേസ് ചെയ്യാം. അവിടെ നിങ്ങളോട് എപ്പോഴും നിങ്ങൾ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടല്ലേ, എന്റെ ബില്ല് നിങ്ങൾ വാട്സ്ആപ്പിലേക്ക് വരുന്ന പറയുന്നത്. സോ അത് ഒരു പർപ്പസ്. പിന്നെ നിങ്ങൾക്ക് അവർക്ക് എന്താണ് ഇതുപോലെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ CSV ഫോർമാറ്റ് ആക്കിയിട്ട് നേരെ അപ്ലോഡ് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ഡാറ്റ ഉണ്ടോ, ഞാൻ ഇവിടെ ഡാറ്റ അപ്ലോഡ് ആക്കിയിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇതുപോലെ കണ്ടില്ലേ, ഇത് ഇവിടെ നമ്മൾ പഠിക്കുന്ന ലേണേഴ്സിന്റെ ഡാറ്റാസ് ആണ്. ഡാറ്റാസ് ഇതുപോലെ ഇവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, ഈ പറഞ്ഞ ഇവരുടെ ടൈമും പർച്ചേസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. ആ കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഡാറ്റ പ്രോപ്പർ ആയിരിക്കും. ഇതിപ്പോൾ പ്രോപ്പർ അല്ല കേട്ടോ, എന്നാലും ഓക്കെ ആണ്, ബട്ട് പ്രോപ്പർ അല്ല. ഇതേപോലെ ഇവന്റ് ടൈം, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്നു. ഇവന്റിന്റെ കാറ്റഗറി എന്താണ്, ഒന്നിൽ ആഡ് ടു കാർഡ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തവർ, അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. ലൈക്ക് പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ ആഡ് ടു കാർഡിൽ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് വിചാരിക്കുന്നത്.
അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താണ് ഇത് നമ്മൾ എടുക്കുന്ന എവിടെ അറിയോ ഈ ആഡ് കാർഡിന്റെ ഡാറ്റയും അല്ലെങ്കിൽ ബിസിനസിന്റെ ഡാറ്റ കിട്ടുന്ന ഷോപ്പിഫൈ പോലത്തെ സൈറ്റുകളില്ല. അതേസമയം ഇപ്പൊ എന്താ പറയാ ഞാൻ പറഞ്ഞ സ്റ്റുഡിയോയിൽ മറ്റു ഡാറ്റാസ് എന്താണ് അത് ആക്ച്വലി ലീഡാണ്. ശരിയാണ് പർച്ചേസ് ആക്കുക നമ്മൾ ലീഡ് പറയുന്നത് പർച്ചേസ് ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇവിടെ വാല്യൂ കോളം അല്ലേ, അതായത് ഇവന്റിന്റെ കാറ്റഗറി കോളം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റുന്നത്. മോസ്റ്റ് പർച്ചേസ് അല്ലെങ്കിൽ ലീഡ് കൊടുക്കുന്നതാണ്. തൽക്കാലം ആഡ് കാർഡ് കൊടുക്കുന്നു, കറക്റ്റ് ആഡ് കാർഡിൽ കൊടുക്കുന്നത് അതിനാണ് പർച്ചേസ് ചെയ്താണ് പർച്ചേസ് കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് കാർഡ് ചെയ്താണെങ്കിൽ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഞാൻ കണ്ടിന്യൂ പോകുന്നത്. കണ്ടിന്യൂ വീഡിയോയുടെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ പറയുന്നത് അത് എന്താണ് ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ എന്തൊക്കെ ഇഷ്യൂസ് എന്നുള്ളത്. ഫോൺ നമ്പർ ക്ലോസ് കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല. ഞാൻ ജസ്റ്റ് സാമ്പിൾ നിങ്ങൾ കാണിച്ച ഡയറക്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യം കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ ഏറ്റവും മെയിൻ കാര്യം പറയുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ കണ്ടോ ഇവിടെ അപ്ലോഡ് ടൈം കാര്യങ്ങളൊന്നുമില്ല. ബട്ട് നമ്മൾ എന്താ അപ്ലോഡ് സക്സസ്ഫുൾ മൈ ബി ടേക്ക് 50 minutes to display on എന്ന് പറയുന്നത് 5 മിനിറ്റുള്ള എന്താ അവിടെ ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. സോ ഇത്രയും കാര്യം നമുക്ക് ചെയ്യാം. നമ്മൾ എല്ലാ ഡാറ്റ അങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അവരെ റീടാർഗറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഡാറ്റാസും കാര്യങ്ങളും നോക്കാൻ ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷൻ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ കൺവേർഷൻ API മെറ്റാപിക്സൽ പറഞ്ഞ കാര്യം ഒന്ന് വെബ്സൈറ്റിലെ ഡാറ്റയും മറ്റൊരു സെർവറിലെ ഡാറ്റയും നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ആ റീടാർഗറ്റിംഗ് മെയിൻ വേർഡ് റീടാർഗറ്റിംഗ് ആണ് ശ്രദ്ധിക്കണം. അതായത് സാധാരണ ഒരു മെറ്റാഡ് എക്സ്പെർട്ടും അല്ലെങ്കിൽ പറഞ്ഞ പോലെ പെർഫോമൻസ് നമ്മൾ ഡിഫറൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ കാണുന്ന റീടാർഗറ്റിംഗ് പറയുന്നത്. സാധാരണ ആൾക്കാർ ചെയ്യുന്ന നോർമൽ ഓഡിയൻസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നവ അവർ ആഡ് കറങ്ങുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലെ ഇത്രയും ഓപ്ഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലല്ലേ, ഹയർ അല്ലേ? എക്സാക്ട്ലി. സോ ഇവിടെ വെബ്സൈറ്റിന്റെ കാര്യം പറഞ്ഞു, മാനുവൽ ഡാറ്റ അപ്ലോഡ് കാര്യം പറഞ്ഞു. ഇനി ഒരു ബ്രാൻഡിന് ഇപ്പം ഇ-കോം സൈറ്റുകളൊക്കെയാണെങ്കിൽ അവർക്ക് സൈറ്റിന്റെ കൂടെ അപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലല്ലേ? ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലേ, ഇവർക്ക് അപ്ലിക്കേഷൻ ഇല്ലേ? സോ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലിങ്ക് ആപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ സെലക്ട് ആപ്പ് കൊടുക്കണം. സെലക്ട് ആപ്പ് കൊടുക്കാൻ നിങ്ങൾ പേര് ഡാറ്റ സെറ്റ് കാണാൻ പറ്റും. ഈ പേര് ഡാറ്റ സെറ്റ് പോയി ഇവിടെ സെലക്ട് നെയിം, അതായത് അപ്ലിക്കേഷൻ നെയിമോ അല്ലെങ്കിൽ ID സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും അവിടെ കണക്ട് ചെയ്യാം. പക്ഷേ നിലവിൽ നമുക്ക് അപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ കാണിക്കുന്നത്. സോ ഇത് കണക്ട് ചെയ്ത് നേരെ ഇൻസ്റ്റാൾ ഇവന്റ്സ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ നമ്മൾ ഇവന്റ്സ് ഇതുപോലെ ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ, സ്പ്രെഡ്ഷീറ്റ്, വെബ്സൈറ്റ്, സർവർ സൈഡ് എല്ലാ ഡാറ്റ നമുക്ക് നേരെ നെറ്റിലേക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നടക്കുന്ന ആക്ഷൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റാസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇവന്റ്സ് മാനേജറിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നത്. ഈ ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് ഓഡിയൻസ് ബിൽഡിംഗ് സെഷൻ ആണ് പറയുന്നത്. ആ സെഷനിൽ നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. സോ ഇതാണ് നമ്മുടെ ഇവന്റ്സ് മാനേജറിലെ ആക്ടിവിറ്റീസ് വരുന്നത്. യെസ്. സോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, എങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഇത് നേരെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇവിടെ ഡാറ്റ സോഴ്സ് തന്നെ ഒരു ഓപ്ഷൻ ആണ് നോക്കുന്നത്. സോ ഡാറ്റ സോഴ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചധികം ഈ ഓപ്ഷൻസ് ഉണ്ട്. കാറ്റലോഗ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ കസ്റ്റം കൺവേർഷൻസ് ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആക്ടിവിറ്റി, ഷെയർഡ് ഡാറ്റ ആയിക്കോട്ടെ, ബിസിനസ് ക്രിയേറ്റീവ് ഫോൾഡേഴ്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് വരാണ്ട് ഞാൻ സ്ക്രീൻ ഒന്ന് മനസ്സിലാക്കാം. മനസ്സിലാക്കാം. Once again, just hold on. Okay. Screen visible അല്ലേ? Screen visible അല്ലേ? So ഇവിടെ നോക്കുന്ന സമയത്ത് ഡാറ്റ സെറ്റ് ആൻഡ് ഫിക്സസ് പറഞ്ഞു. അവിടെ നമ്മൾ ഇവന്റ്സ് മാനേജ്മെന്റ് ഓപ്ഷൻ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാറ്റലോഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യില്ല, നമ്മൾ ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്യില്ല. കാരണം ഇത് നമുക്ക് സെയിൽസ് ക്യാമ്പയിൻ എന്ന ഓപ്ഷനാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് ആണ്. ഓക്കെ, ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് എന്തായിരിക്കും ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് എന്തായിരിക്കും? ഒരു നോർമൽ നിങ്ങളൊരു പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും അത് പറയുന്നത്? ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് ഓൾറെഡി ക്രിയേറ്റ് ആണെങ്കിൽ തൽക്കാലം റിമൂവ് ആക്കുന്നു. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കാണിച്ചു തരാം. എന്തായിരിക്കും ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ്? ആ വേർഡ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഓഫ്ലൈനിൽ നടക്കുന്ന പറഞ്ഞോളൂ, എന്താണ് ഓഫ്ലൈനിൽ? അത് ഞാൻ കറക്റ്റ് പറഞ്ഞു. ഓഫ്ലൈൻ തന്നെ ഞാൻ നേരത്തെ തൊട്ട് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഓൺലൈനിൽ മാത്രമല്ല, ഓക്കെ,
ഈ പറഞ്ഞ പോലെ സ്റ്റോർ നമുക്ക് എന്തുണ്ട് ഓപ്ഷൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബസ് സൈഡ് വരുന്നുണ്ട്. ബസ് സൈഡ് സ്റ്റുഡിയോ പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇവർക്ക് സൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് സ്റ്റോർ ഉണ്ട് അല്ലേ. സോ ഓഫ്ലൈൻ സെറ്റപ്പ് യു ക്യാൻ അപ്ലോഡ് മാനേജ് ഡാറ്റ ദാറ്റ് റിലേറ്റഡ് ടു ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ദാറ്റ് വാണ്ട് ടു ട്രാക്ക് മെഷർ ഒപ്റ്റിമൈസ് യുവർ ആഡ്സ് ഫോർ മാർക്കറ്റിംഗ്. പറയുന്ന കാര്യം ഓഫ്ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡിയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വെബ്സൈറ്റ് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നേരത്തെ കണ്ടിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് അപ്ലോഡ് ഓപ്ഷൻ ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റയിൽ അതാണ് മെയിൻ ആയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ഉണ്ടാവുക. മറ്റേ ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ എക്സാക്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആസ് യൂഷ്വൽ ചെയ്യുന്ന ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കണം എങ്കിൽ നമുക്ക് സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ കാണുന്ന ഓപ്ഷൻ ആയിക്കോട്ടെ ഇവിടെ നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇവന്റ് ഡാറ്റ സെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആഡ് ബട്ടൺ കൊടുക്കാം. ഇത് എന്ത് ചെയ്യാം ഒരു പേര് കൊടുക്കാം. ഓഫ്ലൈൻ ആക്ടിവിറ്റീസിന് ഒരു പേര് കൊടുക്കാം. സോ പേര് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിന്നു ഈ പറഞ്ഞ പോലെ നെയിം ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, നെയിം ഓപ്ഷൻ കൊടുക്കാണ്. നെയിം ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ലൈക്ക് ഞാൻ ഇവിടെ നമുക്ക് മനസ്സിലാൻ വേണ്ടി തന്നെ PM ടെസ്റ്റ് എന്ന് കൊടുത്താണ്. ജസ്റ്റ് ഇവിടെ പേര് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഓഫ്ലൈൻ ആക്ടിവിറ്റി സെറ്റപ്പ് ആണെന്നുണ്ടാവും. നമ്മൾ ചോദിക്കേണ്ടത് ഇത് ഏത് ആഡ് കൊണ്ടാണ് നമുക്ക് ട്രാക്ക് ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ എനിക്ക് 2 ആഡ് കൊണ്ട് ഉണ്ട്. അതിൽ ഞാൻ ചെയ്യുന്നു ഈ പറഞ്ഞ CD ക്യാമ്പയിൻ കാൽക്കുലേറ്ററിലേക്ക് ട്രാക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നേരെ ഇതുപോലെ സെറ്റപ്പ് ആണെന്നിരിക്കും. ദെൻ ഫോളോയിങ് ട്രാക്കിംഗ് കാര്യങ്ങളുടെ സെറ്റപ്പ് ആണ് ഓക്കെ ആണെന്നുള്ളത് പറയുന്നത് ജസ്റ്റ് ഓക്കെ കൊടുക്കാം. then നമ്മൾ ചോദിക്കേണ്ടത് ഇതിന് ആർക്ക് ആക്സസ് വേണമെന്നുള്ളത്. ഓക്കെ, ഈ ഓഫ്ലൈൻ ആക്ടിവിറ്റിക്ക് ആർക്ക് ആക്സസ്? കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡാറ്റ അതിലേക്ക് അപ്ലോഡ് ചെയ്യണല്ലോ. സോ ഡെഫിനറ്റ്ലി അവിടെ ആഡ് റൺ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് മാർക്കറ്റാണോ അവർ മാത്രം ആഡ് ചെയ്താൽ മതി. ഒരുപാട് ആൾക്കാർ അല്ലേ നമ്മൾ കഴിഞ്ഞ ആഡ് ചെയ്താൽ അഞ്ചൂടെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക എന്റെ പേര് കാണാൻ വേണ്ടി വരും. ആർക്കാണ് വേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ ടിക്ക് കൊടുക്കാം. ഇനി എന്റെ ആക്സസ് കാണാൻ വേണ്ടി പറ്റും. അപ്ലോഡ് ഓഫ്ലൈൻ കൺവേർഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അസൈൻ ആഡ് അക്കൗണ്ട് വ്യൂ ഓഫ്ലൈൻ സെറ്റപ്പ് കാണാൻ വേണ്ടി വരും. അല്ലെങ്കിൽ എന്താ മാനേജ് ഓഫ്ലൈൻ ആക്ടിവിറ്റി ഞാൻ എനിക്കായതുകൊണ്ട് ഇവിടെ നിന്ന് ഫുൾ കൺട്രോൾ കൊടുക്കുന്നു. താഴെ സ്ക്രോൾ ചെയ്ത് നേരെ ഇവിടെ അസൈൻ കൊടുക്കുന്നു. ഇതോടുകൂടി എന്തായാലും നമ്മുടെ ഓഫ്ലൈൻ ആക്ടിവിറ്റിന്റെ ഡാറ്റ സെറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണില്ല ഇങ്ങനെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് പുറത്തുള്ള ഡാറ്റ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എക്സാക്ട് CSV ഫയൽ നേരത്തെ പറഞ്ഞില്ല അതേ കാര്യം. പക്ഷേ ഓഫ്ലൈൻ ആക്ടിവിറ്റി കേസ് നോക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്ത് വെച്ചു നമ്മൾ നേരെ ഓപ്പൺ ഇവന്റ്സ് മാനേജർ. ഇവിടെ എന്താണ് ഇവന്റ്സ് മാനേജർ തന്നെയാണ്, യാതൊരു മാറ്റമില്ല. സെയിം കാര്യം ഇവന്റ്സ് മാനേജർ തന്നെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ വരുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവന്റ്സ് മാനേജർ നേരത്തെ നമ്മൾ മെറ്റാപിക്സലും കൺവെൻഷൻ API എടുത്തുള്ള അതേ ഇവന്റ്സ് മാനേജറിന്റെ നേരെ ഡയറക്റ്റ്ലി ഓഫ്ലൈൻ ആക്ടിവിറ്റി ഓപ്ഷനിലേക്ക് വരുന്നുണ്ടാവും. സോ നിലവിൽ നമ്മുടെ ഓഫ്ലൈൻ ആക്ടിവിറ്റി ഒന്നും നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ എന്ത് അപ്ലോഡ് ഇവന്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ കാണുന്ന ഇതിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഓഫ്ലൈൻ ആക്ടിവിറ്റിയിലുള്ള സെയിം നേരത്തെ നമ്മൾ ചെയ്ത ഓപ്ഷൻ ഉണ്ടല്ലോ. ഇവിടെ ഡൗൺലോഡ് CSV ഫയൽ ഓപ്ഷൻ ഉണ്ട്, അതായത് സാമ്പിൾ ഫയൽ ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സെയിം നേരത്തെ ചെയ്ത അതേ പ്രോസസ് തന്നെ കണ്ടോ. പേര്, ഡേറ്റ്, ഇവന്റ്സ്, ടൈം, കറൻസി കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. യാതൊരു മാറ്റമില്ല. എക്സാക്ട്ലി സെയിം കാര്യം. നേരെ നിങ്ങളുടെ സെലക്ട് CSV ഫയൽ കൊടുക്കുക. നമ്മൾ ഫയലിന്റെ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ ഫയൽ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് മാപ്പ് ഡാറ്റ കൊടുക്കണം. നെക്സ്റ്റ് മാപ്പ് ഡാറ്റ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടി വരും ആ ഡാറ്റ സെറ്റ് കൂടെ മാപ്പ് ചെയ്യുന്നതാണ് വേണ്ടി കണ്ടോ. ഇതേപോലെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നേരെ റിവ്യൂ കൊടുക്കാൻ വേണ്ടി പറയാം. റിവ്യൂ കൊടുക്കാം. ഇവിടെ ഒരു എറർ ഒക്കെ ഉണ്ട്. ലൈക്ക് അവിടെ ഡെമി ഡാറ്റ ഓൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെങ്കിൽ അത് അവിടെ അപ്ലോഡ് ആവും. അതിന് എന്ത് പറ്റും പിന്നീടുള്ള മാർക്കറ്റിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടെ ഈ കാണുന്ന ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പിൽ പറയുന്നത്. ഇതിന്റെ ഐക്കൺ നിങ്ങൾ സെർച്ച് മനസ്സിലാക്കണ്ടോ. അതേപോലെ ഒരു ഷോപ്പിന്റെ പോലെ ഐക്കണാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഐക്കൺ തന്നെ മനസ്സിലായി എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ഐക്കൺ കണ്ടില്ലേ, ഇത് ആക്ച്വലി മെറ്റാപിക്സൽ ആണ്. മെറ്റാപിക്സൽ എന്ന് പറയുന്നത്. ഇനി അതേസമയം നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ PM തന്നെ വേറൊരു നമ്മൾ കൺഫേം ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അത് കാണാത്തത്. ഓക്കെ, കൺവേർഷൻ API നമ്മൾ കൺഫേം ആക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലാപ്ടോപ്പിന്റെ പോലെ ഐക്കൺ കാണുന്നുണ്ടാവും. ഒരു ലാപ്ടോപ്പിന്റെ പോലെ സെർവർ സൈഡ് കാണിക്കുന്നത്. ഈ ഐക്കൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഏത് ആക്ടിവിറ്റി ആണ് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഓഫ്ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പറയുന്ന പോലെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ബ്രൗസർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെർവർ സൈഡ് ആയിക്കോട്ടെ, എല്ലാം നടക്കുന്നതാണ് ഈ കാണുന്ന ഇവന്റ്സ് മാനേജറിലാണ്. ഓക്കെ, ഇവന്റ്സ് മാനേജറിന്റെ ഓവർവിലേക്ക് പോയി നിങ്ങൾക്ക് എല്ലാ ഡാറ്റാസും കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതൊക്കെ ഇന്റഗ്രേഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇന്റഗ്രേഷനിലേക്ക് ഒരു സമയത്ത് തേർഡ് പാർട്ടി ടൂൾ ഏതെങ്കിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടെ കാണാൻ പറ്റും. നിലവിൽ വേറൊന്നുമില്ല. ഇവിടെ കണ്ടില്ല, ഇതിലൂടെ ജസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് നമ്മളോട് കണക്ട് ആക്കില്ല, അത് കണക്ട് അതോടെ കാണാൻ പറ്റും. CRM പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കസ്റ്റം കൺവേർഷൻ ഓപ്ഷൻ മാത്രമാണ്. നമുക്ക് ലേറ്റർ ഓൺ വരുന്നുണ്ട്, അതും പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇവന്റ്സ് മാനേജറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീസ് വരുന്നത്. ഇനി നമ്മൾ കസ്റ്റം കൺവേർഷൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാണ്ട് കാറ്റലോഗ് ഉണ്ട്. ഈ കസ്റ്റം കൺവേർഷനും ഇവിടെ നമ്മൾ കസ്റ്റം കൺവേർഷൻ ഒന്നാണ് കേട്ടോ, മാറ്റൊന്നുമില്ല. പിന്നെ ഷെയർഡ് ഓഡിയൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഷെയർഡ് ഓഡിയൻസ് പറയുന്നത് ഇത് ആക്ച്വലി പറയുന്നത് വെച്ചാൽ ഈ കസ്റ്റം കൺവേർഷൻ തൽക്കാലം ഇത് അവിടെ വെക്കുന്നുണ്ട്. ഡാറ്റ ആൻഡ് കാറ്റലോഗ് വെക്കുന്നുണ്ട്. അടുത്ത എന്ത് ചെയ്യാം ഈ ഷെയർഡ് ഓഡിയൻസ് എന്താണെന്ന് പറയും. അതിന് മുന്നേ എന്താണ് ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് എന്ന് മനസ്സിലായോ എന്താ സംഭവം എന്നുള്ളത് ഐഡിയോ മനസ്സിലായി. അതായത് ഒന്നുകൂടെ പിരുന്നു ജസ്റ്റ് ഒന്ന് കാട്ടിക്ക് വേണ്ടിയിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു. മറ്റുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ ഇൻസ്റ്റോറിൽ വരുന്ന ഡാറ്റാസ് കാര്യങ്ങൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പർപ്പസ് ഉപയോഗിക്കാൻ വേണ്ടി വരും. അതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ഷെയർഡ് ഓഡിയൻസിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഷെയർഡ് ഓഡിയൻസ് വെച്ചാൽ ഇവിടെ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ മീൻ എനിക്ക് തോന്നുന്നു നമുക്ക് നാളത്തെ സെഷനിൽ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ പറയാൻ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഓഡിയൻസ് എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ഷെയർഡ് ഓഡിയൻസ് പറ്റി പറഞ്ഞ കാര്യമല്ലോ. ഈ സംഭവം ഈ ബിസിനസ് ക്രിയേറ്റീവ് ഫോൾഡർ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ പറയാം. ഐ മീൻ നമ്മൾ നാളെ ക്രിയേറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ പറ്റി പറയാം. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ
ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോയിന്റ് പറയുന്നത്. ഇതോടുകൂടി നമുക്ക് നമ്മുടെ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള ഒരു 90% ഓഫ് ബിസിനസ് പോർട്ട്ഫോളിയോ എന്താണ് അല്ലെങ്കിൽ ബിസിനസ് പോർട്ട്ഫോളിയോ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? യെസ് സർ. ഓക്കെ. സോ എനിക്കൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ പേരുണ്ടായിരുന്നു അല്ലേ? ഇത് മനസ്സിലാക്കാൻ തുടങ്ങി പോയതാണ് എല്ലാവരും. അറിയില്ല. സംഭവം കുറച്ച് എന്താ പറയാ ആലോചിക്കാനുള്ള സംഭവമാണ്. അതായത് അതിന്റെ ലോജിക്കൽ പാർട്ടും സംഭവങ്ങളൊക്കെ ആലോചിക്കാനുള്ളതാണ്. കാരണം അതായത് ഐഡിയ കിട്ടിയാലേ നിങ്ങൾക്ക് എന്തുള്ളൂ ഇത് കംപ്ലീറ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ. സോ ഇതാണ് ബിസിനസ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. യാ. സോ എനിക്ക് തോന്നുന്നു ബിസിനസ് പോർട്ട്ഫോളിയോ പഠിച്ചപ്പോഴത്തേക്കും ഒന്നും കൂടി റെക്കോർഡ് വീഡിയോ കാണാം. അതെന്നാലും വേണ്ടി വരും തീർച്ചയായിട്ടും. നമ്മൾ ചെയ്യുമ്പോഴും ഒന്നുകൂടെ വീഡിയോ കണ്ടിട്ട് ചെയ്താൽ കുറച്ച് ക്ലിയർ ആയിരിക്കും. സോ ഇതിലെ ഇപ്പം പല കമ്പനികളും എങ്ങനെയാണ് ഇത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് റിസൾട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റപ്പുകൾ പ്രോപ്പർ ആക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ എന്തായിരിക്കും നോർമൽ റിസൾട്ട് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റൊരു റിസൾട്ട് വരുള്ളൂ. ഇതിലുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് പർപ്പസും അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഓക്കെ ശരിയല്ലേ? ഓക്കെ സർ. സാർ ഞാനൊരു ഡൗട്ട് ചോദിച്ചിരുന്നു പിക്സലിന്റെ. ആ അത് പറഞ്ഞു. ഇനിയും കണക്ട് ആയിട്ടില്ല സർ. എനിക്ക് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും അയച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും അയച്ചിട്ടുണ്ടായിരുന്നോ? അന്ന് അയച്ചത് പോലെ തന്നെ കാണിക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയക്കാവോ? എനിക്ക് തോന്നുന്നത് എനിക്ക് മിസ് ആയിട്ടുണ്ട് നിങ്ങളുടെ മെസ്സേജ്. ഒരു ഹായ് മെസ്സേജ് അയക്കാം. എനിക്ക് ഇപ്പം തന്നെ പറയാം. ഓക്കെ ഓക്കെ. മെസ്സേജ് അയച്ചായിരുന്നോ? ഇല്ല സർ പറയാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? ഓ ശരി ശരി. കാണുന്നുണ്ട് സർ. യെസ് കാണാം. താഴെ സ്ക്രോൾ ചെയ്യാം. താഴെ സ്ക്രോൾ ചെയ്യാം. പോട്ടെ. യെസ് ഇത് കണക്ട് ആയിട്ടുണ്ടല്ലോ. വർക്കിംഗ് ആണല്ലോ ഇത്. സാഹചര്യം 50% ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ കണക്ട് ആവാത്താണ് വിചാരിച്ചു. അല്ലല്ല താഴെ സ്ക്രോൾ ഇവിടെ ഗ്രീൻ ഒന്നും കണ്ടില്ല. അല്ല അത് നോക്കണ്ട കുഴപ്പമില്ല. താഴെ സ്ക്രോൾ അവിടെ കണ്ടോ പേജ് വ്യൂ 2 എന്നാണല്ലോ അവിടെ. ഓക്കെ ഓക്കെ. കാരണം നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് 2 പേര് വിസിറ്റ് ആക്കുന്നതാണ് ഓക്കെ ഓക്കെ ഈ ഒരു ടൈം ഫ്രെയിമിൽ. അത് കണക്റ്റഡ് ആണ്. ഓക്കെ ഓക്കെ സർ. സ്റ്റോപ്പ് ചെയ്തോട്ടെ? ഓ സോറി. അപ്പം ഇതെന്ത് ചെയ്യാം? ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നാളെ ഓഡിയൻസ് ക്രിയേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവരും പ്രോപ്പറായിട്ട് വരിക. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു സർ.